വിശുദ്ധ ഖുർആനിന്റെ തണലിലായി ഇരുലോകത്തും ജയിക്കുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് പ്രത്യേകം കടപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. ഒരു മുസ്ലിം ഏറെ കൂടുതൽ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട, അവന്റെ വിശ്വാസത്തിന്റെ സർവതലങ്ങളെയും സ്പർശിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് ചുരുങ്ങിയ രൂപത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും ആദരവും വിവിധ രൂപഭാവങ്ങളിൽ പ്രകടിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയും അതില്ലെങ്കിൽ സംഭവിക്കുന്ന മഹാനഷ്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി നാം പഠിക്കുകയുണ്ടായി. അതോടൊപ്പം ചേർത്തി വായിക്കേണ്ട, പ്രത്യേകം പരിഗണിക്കേണ്ട അദബിന്റെ തലങ്ങളെയും മഹാരഥന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇന്നത്തെ 7-8 ആയത്തുകളിലായി വിശ്വാസികൾ പ്രത്യേകം കരുതേണ്ട, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളും പ്രത്യേകം സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈമാൻ. ആ ഈമാനിനെ സംബന്ധിച്ച് അല്ലാഹു അത് നൽകിയത് ഏതുവിധം സൂക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യണമെന്നതിനെപ്പറ്റി നമ്മെ അറിയിക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ 7-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മോടെല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. വഅലമൂ, ഓ സമൂഹമേ, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ തിരുദൂതനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് എന്നത് അന്ന് ജീവിച്ച സ്വഹാബിമാരോട് മാത്രമുള്ള ഒരു അഭ്യർത്ഥനയല്ല. പലരും അങ്ങനെ പറയാറുണ്ട്. അതല്ല, അല്ല എന്നത് ഇമാം ബഖായി എന്നവർ അവരുടെ തഫ്സീറിൽ ആ തലക്കെട്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ജനങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലാഹു അവന്റെ അടിമകൾക്ക് റഹ്മത്തായി അയച്ച ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആലോചിക്കാതെ, എന്തിനാണ് തങ്ങളോട് ആലോചിക്കുന്നത്? കൃത്യമായും ജനങ്ങൾ ചെയ്യേണ്ടതും ഉപേക്ഷിക്കേണ്ടതും അളന്നു മുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചോദിക്കാതെ പലതും പ്രവർത്തിക്കുന്ന സ്വഭാവം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്, തങ്ങൾ അവരിൽ ഉണ്ടായിട്ടും അറിയാതെയാണോ അവർ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അല്ലാഹു തആല അവരെ വിളിക്കുന്നത് എങ്ങനെയാണ്? അമില മൻ ലാ യഅലമു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖരീബും മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തുണ്ട് എന്നത് അറിയാത്ത ആളോട് എങ്ങനെയാണ് അറിയിച്ചു കൊടുക്കേണ്ടത്? ആ ശൈലിയാണ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നത്. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, അറിയണം
നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ റസൂലുണ്ട് എന്നറിയണം. ജീവിതകാലത്ത് ഈ ഒഴിഞ്ഞു മാറ്റം പാടില്ല എന്ന് പഠിപ്പിച്ചതുപോലെ وعن بذل الجهد في استخراج الأمور من شريعته بعد موته നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമസംഹിത ശരീഅത്ത്, ആ ശരീഅത്തിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരോടും അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ മുന്നോട്ട് വരാത്തവരോടും ഒരു ഉണർത്തൽ അല്ലാഹു നടത്തുകയാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പരിഗണിക്കാത്ത ഹയാത്ത് കാലത്തുള്ളവരോടും മൗത്തിന് ശേഷമുള്ളവരോടുമായിട്ട് അല്ലാഹു പറഞ്ഞു വഅലമൂ, അഥവാ അയ്യുഹൽ ഉമ്മ, മൊത്തത്തിൽ സമൂഹമേ, ഓ സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഹയാത്ത് കാലത്ത് തങ്ങൾ അവിടെയുണ്ട്. എന്ത് വിഷയം വന്നാലും പോയി ചോദിക്കണം എന്നതുപോലെ വഫാത്തിന് ശേഷം അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്തുൽ ഇസ്ലാമുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ കണ്ടെത്തി പഠിപ്പിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിന് പകരം മാറി ഓരോരുത്തർക്കും തോന്നുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങൾ സ്വന്തം അഭിപ്രായം പിൻപറ്റുന്ന ആളുകളാകരുത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ആളുകളാകരുത്. കാരണം ഹയാത്ത് കാലത്തുള്ളവരുടെയും വഫാത്തിന് ശേഷമുള്ളവരുടെയും ഗുണങ്ങളും നന്മകളും വേണ്ട ഉപകാരങ്ങളും കൃത്യമായി അറിയുന്ന നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നുള്ള ആളുകൾക്ക് എന്ത് പ്രയാസം വരും എന്ന് നോക്കിയിട്ടല്ല അവിടുന്ന് ദീൻ പഠിപ്പിച്ചത്. പിൽക്കാലം വരെ വരാനുള്ള ആളുകൾക്ക് ഒരു സാഹസവും വരാൻ പാടില്ല, അവർക്കൊരു ബുദ്ധിമുട്ടും സംഭവിക്കാൻ പാടില്ല എന്ന കരുണയോടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. നമുക്കൊക്കെ അറിയാവുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ റമദാനിലെ രാത്രി നിസ്കാരം. ആ രാത്രി നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നിർവഹിച്ചു. ഇശാഇന്റെ ശേഷം പള്ളിയിൽ നിന്ന് പോകാതെ കുറെ നേരം തങ്ങൾ ഒറ്റക്കങ്ങനെ നിസ്കരിച്ചപ്പോൾ അത് കണ്ട് സ്വഹാബത്തും പിന്നാലെ എങ്ങനെ നിസ്കരിച്ചു. ആദ്യ ദിവസം എത്താത്ത ആളുകളോട് രണ്ടാമത്തെ ദിവസം അവർ പറഞ്ഞു, ഇന്നലെ ഇശാഇന് നിങ്ങൾ പള്ളിയിൽ വന്നിരുന്നു. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, ഞാൻ നോമ്പ് തുറന്ന ക്ഷീണം കാരണം വീട്ടിൽ തന്നെ കൂടി അവിടെ തന്നെ നിസ്കരിച്ചു. ഇന്നലെ ഒരു നിസ്കാരം ഉണ്ടായിരുന്നു. എന്തൊരു നിസ്കാരാന്നറിയോ, നിസ്കരിച്ചു നോക്കുമ്പോ എന്തൊരു സുഖം എന്നറിയോ. അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടവരൊക്കെ ഇശാ നിസ്കാരത്തിന് പള്ളിയിലെത്തി. അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേന്നത്തതുപോലെ നിസ്കരിച്ചു. അത് കണ്ട് അവർ നിസ്കരിച്ചു. കുറച്ചുകൂടി ആളുകൾ വർദ്ധിച്ചു. ഒന്നുകിൽ മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം, രണ്ടും കാണാം റിപ്പോർട്ടുകളിൽ. ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 ദിവസം അവിടെ നിന്ന് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാതെ തങ്ങൾ റൂമിലേക്ക് കയറി. സ്വഹാബത്ത് പോയില്ല, അവർ വിളിച്ചില്ല. കാരണം വിളിക്കൂലല്ലോ, പുറമേ നിന്ന് അങ്ങനെ വിളിക്കുന്നത് അവിടുത്തെ ബഹുമാനത്തോട് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിയവർ അവർ കൂറ്റനക്കി. തങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം കൊണ്ട് പള്ളി മുഴുവനും ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാവിലെ പ്രഭാത നിസ്കാരത്തിനു ശേഷം പറഞ്ഞു, നിങ്ങൾ കൂറ്റനക്കിയതും ഞാൻ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖശീതു അൻ തുഫറദ അലൈക്കും, നിങ്ങളുടെ ആവേശം കാരണം ഈ ഒരു മാസം മാത്രമുള്ള സുന്നത്ത് നിസ്കാരം നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. നിങ്ങളിൽ അല്ല എനിക്ക് പേടി, കാരണം നിങ്ങൾ ഏത് സാഹസിക അവസ്ഥയും തരണം ചെയ്യാൻ പക്വമതികളാണ്. എന്തും നിങ്ങൾ സ്വീകരിക്കും. ഞാൻ ഈ ഒരു രാത്രി 2-3 മണിക്കൂർ നിസ്കരിക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കും, എനിക്കത് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പിറകിലും ഈ ഉമ്മത്തിൽ ആളുകൾ വരാനുണ്ട്, അവർക്കിതൊരു പ്രയാസമാകരുത്.
അവർക്കിതൊരു വിഷമമാകരുത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിയമസംഹിതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അത് ഒന്നും രണ്ടും വിഷയങ്ങളിലല്ല, പല പല വിഷയങ്ങളിലും വിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിട്ട് അത് സ്വീകരിക്കാതെ, അത് പരിശോധിക്കാതെ, അത് അന്വേഷിക്കാതെ ഒന്നും തിരിയാത്ത അശ്രദ്ധാലുക്കളിൽ പെട്ടുപോകരുത് എന്നതിനാണ് അല്ലാഹു ഉണർത്തുന്നത്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അറിയണേ ജനങ്ങളെ, സമൂഹമേ, നിങ്ങളിൽ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഹയാത്ത് കാലത്ത് മാത്രം ഉണ്ട് എന്നതല്ല വിവക്ഷ. വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാവണ്ണം സ്വീകരിച്ച് അത് പാലിച്ച് അവിടുത്തെ മാനിക്കണം, ബഹുമാനിക്കണം എന്നാണ് ഈ ഉണർത്തുന്നതിന്റെ പിന്നിൽ മഹാന്മാരായ ഖുർആൻ പണ്ഡിതർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഹാഫിദ് ഇബ്നു കസീർ പറയുന്ന തഫ്സീർ ഒന്നുകൂടി നമുക്ക് ആ കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ തഫ്സീറിൽ ഇഅലമൂ അന്ന ബൈന അദ്ഹുരിക്കും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അതുകൊണ്ട് ഫഅള്ളിമൂഹു, അവിടുത്തെ നിങ്ങൾ വന്ദിക്കണം. വവഖിറൂഹു, അവിടുത്തെ നിങ്ങൾ ആദരിക്കണം. വതഅദ്ദബൂ മഅഹു, അവിടുത്തോടൊപ്പം നിങ്ങൾ അദബ് സ്വീകരിക്കണം. വൻഖാദൂ ലിഅംരിഹി, അവിടുത്തെ കൽപ്പനകൾക്ക് നിങ്ങൾ വിധേയപ്പെടണം. വഇന്നഹു അഅലമു ബിമസാലിഹികും, നിങ്ങളുടെ നന്മകൾ കൂടുതൽ അറിയുന്നത് ആ റസൂലാണ്. നിങ്ങളുടെ നന്മകൾ കൂടുതൽ അറിവുള്ളത് ആ റസൂലിനാണ്. വഅശ്ഫഖു അലൈക്കും മിൻകും, നിങ്ങളെക്കാൾ നിങ്ങളോട് സ്നേഹമുള്ളതും ആ റസൂലിനാണ്. നമുക്ക് നമ്മുടെ സ്വന്തത്തോട് ഇഷ്ടമുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തോട് കൂടുതൽ താല്പര്യവും നാം നല്ലവരാകണം എന്നതിൽ കൂടുതൽ ആഗ്രഹവും ഉള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. വറഇയുഹു ഫീകും അതമ്മു മിൻ റഈകും ലിഅൻഫുസികും, നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് സ്വീകരിക്കുന്ന നിലപാടിനേക്കാളും അഭിപ്രായത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളിൽ കൂടുതൽ പൂർണ്ണതയ്ക്ക് വിഷയമാകുന്നത്. അതുകൊണ്ട് അവിടുത്തെ അഭിപ്രായം, അവിടുത്തെ വാക്ക്, അവിടുന്ന് മസ്ലഹത്തിന് വേണ്ടി പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും വിടാതെ അംഗീകരിക്കണം. എന്നിട്ട് ഇതേ ആശയം തന്നെയാണ് അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ നമ്മെ പഠിപ്പിച്ചത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ശരീരത്തെ അവർ പരിഗണിക്കുന്നതിനേക്കാളും കൂടുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കണം. അതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അഭിപ്രായം തങ്ങൾ കേൾക്കണം എന്നുള്ള ദുർവാശിയും ദുർനയവും ഒഴിവാക്കണം. കാരണം നമ്മുടെ കാര്യം നമ്മേക്കാൾ അറിയുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അതിന് ശേഷം പറയുന്നത്, ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംർ ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംർ, നിങ്ങളുടെ തീരുമാനത്തിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ, കൂടുതൽ അഭിപ്രായത്തിലും നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയപ്പെട്ടാൽ, അനുസരിച്ചാൽ, നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു, നമ്മൾ ഈ പറയും പോലെ തങ്ങൾ കേൾക്കണം, അനുസരിക്കണം എന്നുള്ള ഒരു ആശയം നിങ്ങളിൽ വന്ന് അങ്ങനെ തങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെട്ടു തന്നാൽ ലഅനിതും, നിങ്ങൾ പ്രയാസം അനുഭവിക്കും, നിങ്ങൾ നാശത്തിൽ പെടും, നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പ്രതിസന്ധികൾ വരും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്, ആ അവസ്ഥ മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നിങ്ങളെ പറ്റി അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അത് നിങ്ങൾ മാറ്റണം എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വൽ മാനാ അന്ന ഫീകും റസൂലല്ലാഹ്,
ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത് ബനുൽ മുസ്തലഖിലേക്ക് വാങ്ങാൻ ആളെ പറഞ്ഞയച്ച ശേഷം വന്ന അഭിപ്രായ പ്രകടനത്തിൽ വന്ന വിഷയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കുറെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീദ് ഇബ്നു ഉഖബയുടെ തീരുമാനം അംഗീകരിച്ച് വീണ്ടും ആ നാട്ടുകാരോട് ഒരു സമര പോരാട്ടത്തിന് പോകണം എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ ആ തീരുമാനം നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളെക്കാൾ ആ വിഷയം നന്നായി അറിയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേ, രണ്ട് വിഭാഗമായി ആളുകൾ അവിടെ മാറിയിട്ടുണ്ട്. വലീദ് ഇബ്നു ഉഖബ വന്ന് പറഞ്ഞ വിഷയത്തെപ്പറ്റി ആളുകൾ രണ്ട് വിഭാഗമായി. ഒരു വിഭാഗം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും അതുകൊണ്ട് വീണ്ടും അവരോട് ഒരു ഏറ്റുമുട്ടലിന് പോകണമെന്നും ഉദ്ദേശിച്ചു. മറ്റൊരു വിഭാഗം ഒന്നും പറയാതെ, ഒന്നും ഒരു വിഷയവും ഒരു നിലപാടും വ്യക്തമാക്കാതെ അങ്ങനെ നിന്നു. അവസാനം രണ്ട് വിഭാഗവും അവരുടെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ കുടുങ്ങുമായിരുന്നു. ഇവിടെയാണ് അല്ലാഹു പറയുന്നത്, ലൗ യുതീഉകും ഫീ കതീരിൻ മിനൽ അംരി ലഅനിത്തും. കൂടുതൽ കാര്യങ്ങളിലും നിങ്ങളോട് വഴിപ്പെടണം, നിങ്ങളോട് അനുസരിക്കണം, നിങ്ങളോട് അനുധാവനം ചെയ്യണം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ലഅനിത്തും, അത് നിങ്ങൾക്ക് പ്രയാസമാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പിന്താങ്ങി തന്നാൽ, തീരെ അഭിപ്രായം ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കാറുമുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വശാവിറുഹും ഫിൽ അംർ, സ്വഹാബത്തിനോട്, അനുയായികളോട് ദീൻ കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തണം. പക്ഷെ ആ കൂടിയാലോചന നടത്തുന്നത് അങ്ങനെ തന്നെ സ്വീകരിച്ചോളണമെന്നില്ല. ആലോചന നടത്തി ഉചിതമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും. ഒരുപക്ഷെ അവർ പറയുന്നതാകാം, അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമുള്ളതാകാം, അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് പലതും സ്വീകരിച്ചിട്ടുണ്ടാകും, പലതും ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ വരും. ബദർ യുദ്ധത്തിന്റെ തടവുകാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ഒരു കൂട്ടം ആളുകൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നിലപാടിനെ പിന്താങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അവരേതായാലും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽക്കാരും പഴയകാലത്ത് നമ്മുടെ ഒപ്പം നിന്നവരൊക്കെ അല്ലേ, അവർക്കൊരു വിട്ടുവീഴ്ച കൊടുത്ത് നാട്ടിലേക്ക് അവരെ പറഞ്ഞേക്കാം. അതേ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയും മഹാനവറുകളുടെ അഭിപ്രായവും അങ്ങനെയായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരേതായാലും എതിരാളികളല്ലേ, ശത്രുക്കളല്ലേ, അവരങ്ങനെ വിട്ടേക്കണ്ട. ഒരു 10 ആളെ എന്റെ കയ്യിലേക്ക് തന്നോളൂ. 10 ആളെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക, 10 ആളെ അടുത്ത ആളെ കയ്യിലേക്ക് കൊടുക്കുക. അവർക്കങ്ങനെ വിട്ടുവീഴ്ചൊന്നും കൊടുക്കേണ്ടതില്ല. രണ്ട് അഭിപ്രായങ്ങളും കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേതാവ് എന്ന നിലക്ക് അനുയായികളിൽ നിന്ന് കിട്ടിയ രണ്ട് അഭിപ്രായത്തെയും സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, അൻതക ഇബ്രാഹിം, ഓ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്ഥിതി എങ്ങനെയാണ്? ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹു മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാത്ത സഹിഷ്ണുവാണ്. ഏത് കാര്യങ്ങളിലും സാവകാശവും എളുപ്പവും വേണമെന്ന് ചിന്തിക്കുന്ന വലിയ മഹാനുഭാവനാണ്. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്ന മലക്കുകളോട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ശിക്ഷിക്കരുത്. ഇന്ന ഫീഹാ ലൂത്ത, ആ ഗ്രാമത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം ഇല്ലേ, അതുകൊണ്ട് മഹാനവറുകളെ പരിഗണിച്ച് നിങ്ങൾ ശിക്ഷിക്കരുത്. മലക്കുകൾ പറഞ്ഞു, നഹ്നു അഅലമു ബിമൻ ഫീഹാ, അവിടെ ആരൊക്കെയുള്ളത് നമുക്ക് നന്നായി അറിയും, നമ്മൾ വേണ്ട ചെയ്തോളും, നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. പക്ഷെ ആ പോകുന്ന മലക്കുകളോടും അവരെ ശിക്ഷിക്കണ്ട എന്നൊരു അഭിപ്രായം പറഞ്ഞ് ഒരു ഹിൽമിന്റെ സഹനത്തിന്റെ ശൈലി സ്വീകരിച്ചതുപോലെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. നാട്ടുകാരല്ലേ, പഴയ കാലത്ത് നമ്മുടെ ഒപ്പം ജീവിച്ച അയൽക്കാരൊക്കെ അല്ലേ, അവരിങ്ങനെ ഒരു വിഷയത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, വിട്ടുകൊടുത്തേക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതും ഒരു തീരുമാനമാണ്, അൻതക നൂഹ്, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറയാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശൈലി എന്താ?
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ശൈലി എടുത്തുചാട്ടമല്ല. കുറെ കാലം നേർമാർഗത്തിന്റെ ശൈലികൾ അവരെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് ആവും പ്രകാരം തന്മയത്വത്തോടെ അവരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും മാത്സര്യ ബുദ്ധി കാരണം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ പലരും പിൻവാങ്ങി. അങ്ങനെ 950 വർഷക്കാലത്തിന് ശേഷമാണ് മഹാനവർകൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, ഈ നിഷേധികളെ, നീ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത ആളുകളെ ഈ ഭൂമിക്ക് ഭാരമായി ബാക്കി വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ആ നിഷേധാത്മകമായ ശൈലി മാത്രം സ്വീകരിച്ച ജനതക്കെതിരെ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ രണ്ട് സ്വഭാവങ്ങളും കേട്ടു, പക്ഷേ സ്വീകരിച്ച ശൈലി അങ്ങനെയായിരുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനദ്രവ്യം തരാൻ കഴിവുള്ള ആളുകളിൽ നിന്നത് സ്വീകരിച്ചു. കുറച്ചാളുകളെ വിളിച്ചു, അഭ്യസ്ത വിദ്യരാണ്, നല്ല എഴുത്തും വായനയും അറിയും. അവരുടെ മോചനദ്രവ്യം എഴുത്തും വായനമാക്കി. ഇവിടെ എഴുത്തറിയാത്ത സഹാബിമാരുണ്ട്, അവർക്ക് നിങ്ങൾ എഴുതി പഠിപ്പിക്കുക. അവരെ എഴുതി പഠിപ്പിച്ചാൽ അത് തന്നെയാണ് മോചനദ്രവ്യം. ഒരാളങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ആളങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. ആ ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. ഇനി അങ്ങനെ എഴുത്തും വായനയും അറിയാത്ത ആളുകളോ സമ്പന്നരുണ്ടാകും. അവരെന്തെങ്കിലൊക്കെ അവരെ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തുക കൊടുത്ത് അവർ നാട്ടിലേക്ക് പോയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അങ്ങനെയായിരുന്നു. അതിൽ എല്ലാ സമയത്തും അക്രമവാസനയുമായി നടന്ന ആളുകളെ വകവരുത്താനും തങ്ങളുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലല്ല, ഭാഗികമായിട്ടാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കും, സഹാബത്തിനോട് അല്ലാഹു നിർദ്ദേശിക്കാൻ. ആ കാര്യങ്ങളിലൊക്കെ നബിതങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെടണമെന്ന് വന്നാൽ ലഅനിത്തും, അത് നിങ്ങൾക്ക് ക്ഷീണമാകും, കഷ്ടമാകും, പ്രയാസമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കുകയാണ് വേണ്ടത്. അവിടുന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ യോജിപ്പുള്ള കാര്യമാണെങ്കിലും കുറെ കഴിഞ്ഞിട്ട് അത് ശരിയാണെന്ന് പിന്നീട് ബോധ്യപ്പെടുന്നതാണെങ്കിലും പറയുമ്പോൾ നിങ്ങളങ്ങ് സ്വീകരിക്കണം, എതിർക്കരുത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഒന്നും പറയൂല. ആ ഒരു ബഹുമാനം തങ്ങൾക്കുണ്ട്. അതേ, നിങ്ങൾക്ക് ഉചിതമായതല്ലാതെ ഒന്നും സ്വീകരിക്കൂല. നിങ്ങളെക്കാൾ നിങ്ങളെപ്പറ്റി അറിയുന്ന നേതാവിന്റെ പിന്നാലെ നിങ്ങൾ നിന്നുകൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഒരാൾ ഉദ്ദേശിച്ചാൽ അയ്യകൂന അംറു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഅൻ ലിഅംരിഹി, ഒരാൾ ഉദ്ദേശിക്കുന്നു എന്റെ തീരുമാനത്തിന്റെ പിറകിൽ അങ്ങനെ തന്നെ നബിതങ്ങളെ തീരുമാനം വരണം, ഞാൻ എന്താണോ കൽപ്പിക്കുന്നത് അതേ രൂപത്തിൽ അവിടുന്ന് പിൻപറ്റണം എന്നൊരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഖദ് സയ്യന ലഹു ശൈത്വാനുൽ കുഫ്റാൻ, പിശാച് അവരെ നല്ലൊരു കളി കളിപ്പിക്കുന്നുണ്ട്. അവന് നന്ദികെട്ട സ്വഭാവവും നിഷേധവും ഒക്കെ ശൈത്താൻ ഭംഗിയാക്കി കൊടുക്കുകയാണ്. അവർ വഴിതെറ്റിപ്പോകും. കാരണം അവര് പറയും പോലെ കേൾക്കുന്നില്ല എന്നൊരു വിഷമമാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കുണ്ടാവുക. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും നിങ്ങളോട് കൽപ്പിക്കൂല. അതുകൊണ്ട് തങ്ങൾ അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഏൽപ്പിക്കുന്നത്. ഏത് ചലന നിശ്ചലനങ്ങളിലും അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടുന്ന് അനുധാവനം ചെയ്യുന്നത്. ആ തീരുമാനങ്ങളിൽ വളരെ സൂക്ഷ്മമായ വഴികളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഏത് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന തീരുമാനം, ആ തീരുമാനം നിങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം. അവിടുത്തോട് നിങ്ങൾ എതിരായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അത് പ്രയാസമാണ്, അത് ക്ഷീണമാണ്, അത് വരരുത്. ലൗ യുതീഉകും ഫീ കതീരിൻ മിനൽ അംരി ലഅനിത്തും, സ്വഹാബത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഉറച്ചൊരു തീരുമാനം എല്ലാവരും കൂടി എടുത്ത് എതിരായി പാസാക്കിയതല്ല. കുറച്ചാളുകൾക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന വലീദ് ഇബ്നു ഉഖ്ബ പറഞ്ഞതുപോലെ കേട്ടിട്ട് ബനുൽ മുസ്തലഖുകാരങ്ങനെ മുർത്തദ്ദായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനം തങ്ങൾ എടുത്തിരുന്നെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് തോന്നിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ ആലോചിക്കണ്ട,
എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് സ്വീകരിക്കണം. അതിനാണ് തങ്ങൾ രണ്ടാമത് ഇന്നലെ നാം പറഞ്ഞതുപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അയച്ച് കാര്യങ്ങൾ ശരിയാവണ്ണം എന്താണ് അവിടെ നടന്നത് എന്നും എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം എന്നും ബോധ്യപ്പെടാൻ വേണ്ടി മഹാനവറുകൾ അയച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുന്നതോടൊപ്പം വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നു അൽ ഈമാന, വിശ്വാസത്തെ അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടകരമാക്കി തന്നു. അല്ലാഹു നിങ്ങൾക്ക് പ്രിയപ്പെടുത്തി തന്നതാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു തരുന്നതാണ്. വേറെ ആർക്കും അങ്ങനെ പറിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നല്ല. അല്ലാഹു തരുന്ന അനുഗ്രഹം നിങ്ങൾ ആലോചിക്കണം. പിന്നെ ആ ഈമാനിന്റെ സൗന്ദര്യം നിങ്ങൾ കൂട്ടിക്കൊടുക്കണം. അതിനു വേണ്ട മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഖൽബുകളിൽ അല്ലാഹു ഈമാനിനെ സീനത്താക്കി തന്നു, അലങ്കാരമാക്കി തന്നു. ഒരു മനുഷ്യനിലുള്ള ഏറ്റവും വലിയ സൗന്ദര്യം അലങ്കാരം, ഒരു മനുഷ്യനിലുള്ള ഏറ്റവും വലിയ സുന്ദരമായ അവസ്ഥ ഈമാനാണ്. അതാണ് ഖുർആൻ പണ്ഡിതർ പഠിപ്പിക്കുന്നത്, ഫലാ ശൈഅ ഇൻദകും അഹ്സനു മിൻ, നിങ്ങളുടെ പക്കൽ ഈമാനിനേക്കാൾ ചുറുചുറുക്കുള്ള മറ്റൊന്നില്ല. വലാ യുആദിലുഹു വലാ യുഖാരിബുഹു ബിവജ്ഹിൻ, ഒരു നിലക്കും അതിനോട് കിടപിടിക്കുന്നതോ അതിനോട് ഒത്തൊരുമിക്കുന്നതോ ആയ ഒന്നും ഇല്ല. അതുകൊണ്ട് അല്ലാഹു നൽകിയ ഈമാൻ, ആ ഈമാൻ അല്ലാഹു നമുക്ക് പ്രിയങ്കരമാക്കി തന്ന ഇഷ്ടകരമാക്കി തന്ന കാര്യമാണ്. അല്ലാഹു അവന്റെ ഹുബ്ബായി നമുക്ക് നൽകിയ ഈമാനിനെ നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം? ഫലസിംതും ത്വഅതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കൽ നിങ്ങൾ നിർബന്ധമാക്കണം. വഅശിഖ്തും മുതാബഅതഹു, അവിടുത്തെ പിൻപറ്റൽ നിങ്ങൾ കൊതിക്കുന്ന കാര്യമാകണം. അവിടുത്തെ അനുസരിക്കുന്നതും അവിടുത്തെ പിൻപറ്റുന്നതുമാണ്. അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടമാക്കി തന്ന ഈമാനിനെ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും നല്ല വളം, വിശ്വാസത്തെ നിലനിർത്തി പോരുന്നതിൽ ഏറ്റവും വലിയ പിൻബലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യലാണ്. അതുകൊണ്ട് എതിർക്കുന്ന സ്വഭാവമോ എതിർക്കുന്ന രീതിയോ തന്റെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കണമെന്ന നിലപാടോ അത് വിശ്വാസത്തോട് യോജിക്കൂല. അത് പ്രത്യേകം കരുതണമെന്ന് സൂചിപ്പിച്ച ശേഷം വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, വിശ്വാസം കാമിലായ രൂപത്തിലാകണമെങ്കിൽ, ഈമാൻ ശരിയായ ഈമാനായി അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഈമാനിന്റെ എതിർത്തലങ്ങളിലുള്ള വിഷയങ്ങളെയും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഈമാനുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ പോരാ, ഈമാനുണ്ട് എന്ന് കരുതിയാ പോരാ. ഈമാനിന്റെ ബാഹ്യ അടയാളങ്ങളും ആന്തരിക തലങ്ങളും നമ്മിൽ മേടിക്കണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സിന് സഹായകമാക്കി തരട്ടെ. വിശ്വാസം ശരിക്ക് കരുത്താർജിക്കണം. അല്ലാഹു സൗന്ദര്യപ്പെടുത്തി തന്ന ഈമാൻ നമ്മുടെ കൽബിൽ സുന്ദരമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇനി അവസാനം പറയുന്ന വിഷയം നമ്മിൽ ഉണ്ടാകും. അതെന്താ? ഉലൈക ഹുമുർ റാഷിദൂൻ, ഈമാന് നല്ല ഹുബ്ബുള്ള കാര്യമായി സ്വീകരിച്ചു, ഈമാൻ സീനത്തായി കൽബിൽ നിലകൊണ്ടു, അതോടൊപ്പം ഈമാനിന്റെ എതിർത്തലങ്ങളിൽപ്പെട്ട മൂന്നെണ്ണത്തെ വെറുത്തു. വകറഹയിലേക്കും അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നു അൽ കുഫർ, നിഷേധം. വിഷയം പിന്നീട് വിശദീകരിച്ചു പറയും. നിഷേധം. രണ്ടാമത്തത് വൽ ഫുസൂഖ്, ദുർനടപടികളും ദുർമാർഗങ്ങളും. മൂന്നാമത് വൽ ഇസ്യാൻ, എതിര് ചെയ്യൽ. കൽപ്പിക്കാത്ത വിഷയം അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത വിഷയം അത് ചെയ്യൽ, അത് ജീവിതത്തിന് ഗുണകരമാണെങ്കിലും പരലോകത്ത് മാത്രം വല്ലാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കാര്യമാണെങ്കിലും നമ്മൾ അവിടെ എതിര് ചെയ്യുന്ന വിഷയവും അതേ കുഫ്റായി വരുന്ന വിഷയവും ഫിസ്ഖായി വരുന്ന വിഷയവും അല്ലാഹു വെറുപ്പാക്കി തന്നതാണ്.
ആ 3 കാര്യങ്ങളും ഈമാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന ആളുകൾ ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സത്യത്തിൽ മാർഗദർശികൾ, അവരാണ് ശരിക്കും മാർഗം സ്വീകരിച്ച ആളുകൾ. റുഷ്ദ് എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി വിശദമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നു. അതിനു മുമ്പ് പറയട്ടെ, ഈമാനിനോട് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞ വിഷയങ്ങൾ കണ്ടില്ലേ? ഇവിടെ 3 വിഷയങ്ങൾ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ 3 വിഷയങ്ങളും അപ്പുറത്ത് അല്ലാഹു പറഞ്ഞ ഈമാൻ എന്ന വാക്കിന്റെ എതിർചേരിയിലുള്ള 3 എണ്ണമാണ്. എങ്ങനെയാണത് എതിർചേരിയിലുള്ളതാകുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് പഠിപ്പിക്കുന്നുണ്ടോ? 3 കാര്യങ്ങൾ അല്ലാഹു എണ്ണി പറഞ്ഞെങ്കിൽ ഈമാൻ എന്ന് പറയുന്നതിൽ 3 വിഷയങ്ങളുണ്ട്. 3 6 വിഷയങ്ങളാകും മൊത്തം. ഈമാൻ എന്ന് പറയുന്നതിൽ ഏതാ 3 എണ്ണം? അതേ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിൽ ജിനാൻ, മനസ്സുകൊണ്ട് അംഗീകരിക്കലാണ് ഒന്ന്. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് സമ്മതിക്കലാണ് മറ്റൊന്ന്. മൂന്നാമത്തത് വൽ അമലു ബിൽ അർക്കാൻ, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുക. ഈ 3 എണ്ണം. ആ 3 എണ്ണത്തിന്റെ നേരെ വിപരീതങ്ങളാണ് അൽ കുഫർ വൽ ഫുസൂഖ് വൽ ഇസ്യാൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു 3 എണ്ണം എങ്ങനെയാണ് അല്ലാഹു തആല ഒന്നിന്റെ എതിരായി പറഞ്ഞത്. ആ ഒന്നിൽ 3 എണ്ണം ഉണ്ട്. ഹാദിഹി ഉമൂറുൻ സലാസ ഫീ മുഖാബലത്തിൽ ഈമാനിൽ കാമിൽ, സമ്പൂർണമായ ഈമാനിന്റെ എതിർചേരിയിലുള്ള 3 കാര്യങ്ങളാണ്. ലിഅന്നൽ ഈമാനൽ കാമിലുൽ മുസയ്യിൻ, ഇവിടെ സീനത്തുള്ള ഈമാനെ പറ്റിയാ പറഞ്ഞത്. സയ്യനഹു ഫീ ഖുലൂബിക്കും, ഖൽബിൽ അല്ലാഹു സീനത്താക്കി തന്ന ഈമാൻ എന്താണ്? അയ്യജ്മഅ തസ്ദീഖ ബിൽ ജിനാൻ, മനസ്സുകൊണ്ടുള്ള അംഗീകാരം വേണം. വൽ ഇഖ്റാറ ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള സമ്മതം വേണം. വൽ അമല ബിൽ അർക്കാൻ, അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനവും വേണം. അപ്പൊ ഇനി 3 കാര്യങ്ങൾ എതിരായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നാമതായി വകറഹ ഇലൈക്കുമുൽ കുഫർ, അല്ലാഹു നിങ്ങളിലേക്ക് വെറുപ്പാക്കി തന്നു അൽ കുഫറ, കുഫറിനെ. കുഫർ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് വരുന്ന സ്വഭാവമാണ്. നിഷേധം എന്ന് പറയുന്നത് ഒന്നാമതായി പറഞ്ഞ മനസ്സുകൊണ്ടുള്ള അംഗീകാരത്തിന്റെ എതിരാണ്. മനസ്സുകൊണ്ടുള്ള അംഗീകാരത്തിന്റെ എതിരാണ് നിഷേധം. അതുകൊണ്ടാണ് കുഫറിനെ പറ്റി മഹാന്മാര് പറഞ്ഞത്, കുഫർ എന്ന് പറഞ്ഞാൽ തഖ്തിയതുമാ അദ്ദത് ഇലൈഹിൽ ഫിത്റത്തുൽ ഊലാ, പൂർവകാലത്ത് ആദ്യ ഘട്ടത്തിലുള്ള ഒരു പരിശുദ്ധി. അതെല്ലാവർക്കും ഉണ്ടല്ലോ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ എന്ന് പറഞ്ഞ ഫിത്റത്ത്, പരിശുദ്ധി, വിശുദ്ധി സ്വീകരിക്കാനുള്ള പക്വമായ സ്വഭാവം. ആ സ്വഭാവത്തിന് മൂടികൊടുക്കലാണ്, ശരിയായ ബുദ്ധിയെയും മരവിപ്പിക്കലാണ് കുഫ്ർ. ആ കുഫ്ർ സഹോദരങ്ങളെ ഹൃദയം കൊണ്ട് വരുന്നതാണ്, കൽബ് കൊണ്ട് വരുന്നതാണ്. രണ്ടാമത് വൽ ഫുസൂഖ്, ദുർമാർഗം, ദുർനടപടി എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? രണ്ടാമതായി ഈമാനിന്റെ വിഷയത്തിൽ എണ്ണി പറഞ്ഞത് നാവ് കൊണ്ടുള്ള സമ്മതമാണ്. അവിടെ ഫുസൂഖിനെ പറ്റി അൽ മുറൂഖു മിൻ ലിബ്ഖത്തിദ്ദീൻ, ദീനിന്റെ പിടിവള്ളിയിൽ നിന്ന്, ഭാണ്ഡത്തിൽ നിന്ന്, കെട്ടിബന്ധിപ്പിക്കുന്ന കയറിൽ നിന്ന് തെറിച്ചു പോകലാണ്. ബലോമിൻ വൈരി തൗത്തിയത്തിൻ, മൂടിയൊന്നും വേണ്ട, ചെറിയ ഒരു ചിന്ത കൂടാതെ തെറിച്ചു പോയാലും മതി. മഹാരഥന്മാര് പഠിപ്പിച്ച അഭിപ്രായങ്ങൾക്കെതിരെ പറഞ്ഞാലും മതി, എതിരെ പ്രവർത്തിച്ചാലും മതി, എതിരെ ചിന്തിച്ചാലും മതി, അതൊക്കെ ഫിസ്കാകുന്നു. അവിടെ ചില പണ്ഡിതന്മാരൊക്കെ ഫിസ്കിന് നാവ് കൊണ്ടുള്ള സമ്മതം എന്ന് പറഞ്ഞപ്പോ ചിലര് നാവ് കൊണ്ട് കളവ് പറയാ എന്ന് പ്രത്യേകം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈമാനിനോട് ഒരിക്കലും ചേരാത്തൊരു വിഷയമാണ് കദിബ്, കളവ് പറയാം. ഒരിക്കലും ശരിയില്ല. മുഅ്മിനായ മനുഷ്യനോട് ഒരിക്കലും ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ അയസിനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ സിനാ ചെയ്യുമോ, വേശ്യാവൃത്തി ചെയ്യുമോ? അങ്ങനെ ഉണ്ടാകുമോ എന്നാ ചോദിക്കുന്നത്. തങ്ങൾ പറഞ്ഞൊരു പക്ഷെ അങ്ങനെ ഉണ്ടായേക്കാം. പെർമിഷൻ അല്ലട്ടോ,
ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദമല്ല, അങ്ങനെ വളച്ചൊടിക്കരുത്, അങ്ങനെ കേൾക്കും ചെയ്യരുത്. സംഭവിച്ചേക്കാം, സാധ്യതയുണ്ട്, സംഭവിച്ചേക്കാം. അള്ളാഹു അവന്റെ ഏതെങ്കിലും സുഹൃതങ്ങളെ കൊണ്ട് മാപ്പ് കൊടുത്തേക്കാം. ഇനി മൂമിനായ മനുഷ്യന് അങ്ങനെ സംഭവിക്കും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാരും മോഹിക്കണ്ട. അത് വീണ്ടും തീർത്തും പറഞ്ഞതാണ്. രണ്ടാമത് ചോദിച്ചു, അയസിരിക്കുൽ മുഅ്മിൻ, മുഅ്മിൻ മോഷണം നടത്തുമോ? വിശ്വാസമുള്ള മനുഷ്യൻ തസ്കരനാകുമോ? തങ്ങൾ പറഞ്ഞൊരു പക്ഷെ അതും ഉണ്ടായേക്കാം, പുറത്തു കൊടുത്തേക്കാം അള്ളാഹു ഉദ്ദേശിച്ച. മൂന്നാമത്തെ ചോദ്യം, അയക്ദിബുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ കദിബ് പറയോ നബി? ലാ, ഒരിക്കലുമില്ല. ഈമാനിനോട് കദിബ് ചേരൂല. നുണ പറയുക, കള്ളം പറയുക വിശ്വാസത്തോട് ചേരൂല. അതുകൊണ്ടാണ് ഫുസൂഖ് എന്ന് പറയുന്ന രണ്ടാമത്തതിനെ കദിബ് എന്ന് മാത്രം തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വളരെയധികം സൂക്ഷിക്കണം കദിബ് പറയൽ. കദിബ് ഈമാനിനോട് ചേരൂല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഉമ്മ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇൽമു പഠിക്കാനാ പോകുന്നത്. വർഷങ്ങൾ എത്രയത് കണക്കില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടായിക്കോളണം എന്നും ഇല്ല. അതുകൊണ്ട് ഇയ്യാക അൻ തക്ദിബ ഫഇന്നൽ മുഅ്മിന ലാ യക്ദിബൂ. ആ മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ കളവ് പറയരുത്. കാരണം മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയൂല. അവന്റെ നാവ് പരിശുദ്ധമായ നാവല്ലേ. ഷഹാദത്ത് കലിമ 5 പ്രാവശ്യം 5 നേരം നിസ്കാരത്തിന് വേണ്ടി എത്ര തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു ചൊല്ലുന്നുണ്ട്. ആ നാവിൽ നിന്ന് എങ്ങനെ കള്ളം വരും? സുന്ദരമായ ഷഹാദത്തിന്റെ സാക്ഷ്യം ഇടക്കിടയ്ക്ക് വരുന്ന നാവിൽ നിന്ന് എങ്ങനെ കളവ് വരും? ഇതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ലാ യക്ദിബു, മുഅ്മിനായ മനുഷ്യൻ കദിബ് പറയൂല. ഈമാനിനോടൊരു നിലക്കും അത് ചേരൂല. ഇവിടെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. ചില അല്പജ്ഞാനികൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, ഞാൻ അവരെ പറ്റി അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ മദീനസ് കേടുവരുത്തരുതല്ലോ. ചില അല്പജ്ഞാനികൾ നുണ പറയൽ മത്സരം നടത്തി. അപ്പോൾ അതിനോട് ചില പമ്പര വിട്ടികൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് നുണ പറയൽ മത്സരം നടത്താൻ എന്താ തെളിവ്? അപ്പൊ ആ അല്പജ്ഞാനികൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? സ്വഹാബത്തും അങ്ങനെ കദിബ് പറയാറുണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലും. നഊദു ബില്ലാഹി മിൻ ദാലിക, ഇല്ല, ഒരിക്കലും ഇല്ല. സ്വഹാബത്തിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഉലൈക ഹുമുസ് സാദിഖൂൻ. സ്വഹാബത്താരാ? അവർ സത്യവാന്മാരാണ്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സിദ്ഖ് മാത്രം നിറച്ചവരാണ് സ്വഹാബ. അവരെ പറ്റി എങ്ങനെ പറയും അങ്ങനെ? അല്പജ്ഞാനികൾ തെളിവ് പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരമാണത്. സഹോദരങ്ങളെ, ഈമാനിന്റെ ഗ്രേഡിൽ ഉയർന്നു നിൽക്കുന്നവരാണല്ലോ സ്വഹാബ. അവരിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാർക്കശ്യത്തോടെ കളവാകാനുള്ള ചാൻസുകൾ മുഴുവനും പഴുതടച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഹദീസ് പറയട്ടെ, വിഷയം ദീർഘിച്ചു പോകുമെന്ന പേടിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈമാനിന്റെ എതിർച്ചേരിയിൽ അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ വിഷയം വെറുപ്പാക്കി തന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? വകറഹ ഇലൈക്കും, നിങ്ങളിലേക്ക് അല്ലാഹു വെറുപ്പാക്കി തന്നു. ഒന്ന് കുഫർ, രണ്ടാമത് പറഞ്ഞത് ഫുസൂഖാണ്. ഫുസൂഖിന് പല ഖുർആൻ പണ്ഡിതന്മാരും നാവ് കൊണ്ടുള്ള വിഷയം കദിബ് പറയുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, തഫ്സീർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവം സ്വീകരിക്കാനാ പറയുന്നത്. ഒരിക്കൽ പോലും അറിയാതെ പോലും കദിബിന്റെ ഉടമകളാകരുത്. ഈമാനിനോടത് ചേരൂല. ഈമാനിന്റെ ഉള്ള സീനത്തും നഷ്ടപ്പെട്ടു പോകും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുട്ടിക്കാലത്ത് ഞാൻ വീട്ടുമുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി ഇങ്ങനെ പോയി പോകുന്ന ആ സമയത്താണ് എന്റെ ഉമ്മ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, മോനെ വാ,
നമ്മളൊക്കെ സാധാരണ സഹോദരിമാരെ വിളിക്കുമല്ലോ, ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ച് എന്തോ കുട്ടിക്കെന്തോ കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്നെ വിളിച്ചു. എന്നെ വിളിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടിക്ക് വല്ലതും കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണോ കൈ ഇങ്ങനെ ചുരുട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിൽ ഒരു കാരക്ക ഉണ്ടായിരുന്നു. ഇതാ ഞാൻ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ മാതാവ് ചോദിച്ചു, അല്ല എന്തേ നബി എങ്ങനൊന്ന് ചോദിക്കാനുള്ള കാരണം? ഇത് ഒരു പ്രത്യേക ചോദ്യമാണ്. എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ കൈ ഇങ്ങനെ ചുരുട്ടിയത് എന്നുള്ള ചോദിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളെ മാതാവിനോട് പറഞ്ഞു, കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടുകയും വേണം, ഒന്നും കൊടുക്കാനൊട്ട് ഉദ്ദേശമില്ല, എന്നാൽ ഫഹുവ കദിബുൻ, അത് കളവാണ്. എന്തെങ്കിലൊക്കെ വാങ്ങിത്തരാന്ന് പറയും. വരുമ്പോ കുട്ടിയോട് പറയും, അത് പിന്നെ മറ്റേ ആളെ പീടിയിലുണ്ട്, കടയിലുണ്ട് എന്ന് പറയും. കടയിലുള്ള കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. തരാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി കൊടുക്കാനുണ്ടെങ്കിലേ പറയാവൂ. ഇപ്പൊ കുറെ മിഠായിന്റെ പേരൊക്കെ അല്ല, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ മിഠായിന്റെ കൂടി മാറി ചേർക്കപ്പെടുന്ന കാലാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും മിഠായി പറഞ്ഞു കുട്ടിനെ വിളിക്കാൻ. വിളിക്കുന്ന നേരത്ത് കുട്ടി വന്നിട്ട് ഓടി വന്നിട്ട് ചോദിച്ചു എവിടെ? അപ്പോ അത് മറ്റയാളെ പീടികയിലുണ്ട്, കടയിലുണ്ടെന്നാ പറയണത് സഹോദരി പറയുന്നത്. അല്ലെങ്കിൽ ഉപ്പ പാടില്ല, അത് കളവാകുന്നു, കദിബാകുന്നു. കൈയിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഒന്നും കൊടുക്കാനില്ലാതെ ആ കുട്ടി ഓടി വന്നു. ഉമ്മ വല്ലതും തരുമെന്ന് വിചാരിച്ചു. എന്നാൽ ആ കുട്ടിക്കൊരു കദിബാണ് പഠിപ്പിക്കുന്നത്, കളവാണ് പഠിപ്പിക്കുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ എത്രമാത്രം മുഅ്മിനായ മനുഷ്യൻ കദിബിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. കള്ളസാക്ഷിത്വം ഏറ്റവും കൂടുതൽ നടക്കുന്ന സന്ദർഭമാണ്. അറിയാത്ത വിഷയങ്ങൾക്ക് പോയി കള്ളം പറഞ്ഞ് സാക്ഷിയായി 10,000 രൂപ വാങ്ങിക്കൊണ്ടുവരിക എളുപ്പമുള്ള കാര്യമല്ലേ എന്ന് വളരെ ഗൗരവത്തോടെയല്ലേ തങ്ങളാ വാക്ക് പറഞ്ഞത്. കള്ളസാക്ഷിത്വം പറഞ്ഞപ്പോ 3 പ്രാവശ്യമാണ് ആവർത്തിച്ചു പറഞ്ഞത്. അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ. രാവിലെ സത്യം പറഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് കള്ളം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈകുന്നേരം സത്യം പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് തിരുത്തുമെന്ന് പറഞ്ഞു. ഓ മുഅ്മിനുകളെ, ഈമാനിനോട് ഇത് ചേരൂല. അതുകൊണ്ട് അത് വല്ലാതെ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത് പറഞ്ഞ വിഷയം വൽ ഇസ്യാൻ. എന്താണ് ഇസ്യാൻ എന്ന് പറയുന്നത്? വഹുവൽ ഇംതിനാഉ മിനൽ ഇൻഖിയാദി, അനുസരണക്കേട് കാണിക്കുക, അനുസരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലാഹുവിനെ അനുസരിക്കാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കാതിരിക്കുക. അനുസരിക്കാൻ അവർ പഠിപ്പിച്ച ഏതെല്ലാം വ്യക്തിത്വങ്ങളുണ്ടോ, ഏതെല്ലാം മാർഗങ്ങളുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, അതിലൊക്കെ അനുസരണക്കേട് കാണിക്കുക. അപ്പൊ ഈ 3 തരങ്ങളും അല്ലാഹു നമുക്ക് വെറുപ്പാക്കി തന്ന വിഷയമാണ്. അത് വെറുപ്പോടുകൂടെ കാണേണ്ടതുമാണ്. എങ്കിലേ നമ്മുടെ ഈമാനിന് സീനത്ത് ഉണ്ടാവുകയുള്ളൂ, ഈമാനിന് സൗന്ദര്യം കിട്ടുകയുള്ളൂ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം, മൽ മഅനാ ഫീ ഖൗലിഹി തആല ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. നിങ്ങളിലേക്ക് അല്ലാഹു ഈമാനിനെ ഹുബ്ബാക്കി തന്നു, ഇഷ്ടമുള്ളതാണ്. ഈമാനിനെ അല്ലാഹു തആല നൽകി എന്നല്ലല്ലോ പറഞ്ഞത്, ഹുബ്ബാക്കി തന്നു എന്നല്ലേ. ആ ഹുബ്ബ് എന്നുള്ള അറബി പദം ഒന്ന് പരിശോധിച്ചാൽ നോക്കി നിങ്ങൾ. ഹാ എന്ന് പറയുന്നത് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ബാ എന്ന് പറയുന്നത് ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന മറ്റൊരക്ഷരം. അപ്പോ ഈ ഹുബ്ബ് എന്ന വാക്കറിയിക്കുന്നത് ഈമാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ അല്ലാഹു നൽകുന്ന സൗന്ദര്യം അത് ഉള്ളിലുണ്ടാകണം, പുറത്തുണ്ടാകണം. അങ്ങനെയാണ് ആ വാക്കറിയിക്കുന്നത്. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. എന്തിനാ രണ്ടും അല്ലാഹു തആല പറഞ്ഞത്? രണ്ടും ഒരേ അർത്ഥമാണോ? അല്ല, മാറ്റണ്ടോ? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ എന്ന് പറഞ്ഞതിനോടൊപ്പം വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഈമാനിനെ അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടകരമാക്കി തന്നു, പ്രിയങ്കരമാക്കി തന്നു. നിങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു അതിനെ അലങ്കാരമാക്കി തന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്?
എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു ആ പറഞ്ഞതിന്റെ അർത്ഥം ഖറബഹു വഅദ്ഖലഹു ഫീ ഖുലൂബികും, ഈമാനിലേക്ക് അല്ലാഹു നിങ്ങളെ അടുപ്പിച്ചു, എന്നിട്ട് നിങ്ങളെ ഖൽബിൽ അല്ലാഹു തആല അതിന്റെ പ്രകാശ കണികകൾ കൊളുത്തി തന്നു. തുമ്മ സയ്യനഹു ഫീഹാ, പിന്നെ ഖൽബിൽ അല്ലാഹു അതിനെ അലങ്കാരമാക്കി തന്നു. ബിഹൈതു ലാ തുഫാരിഖൂനഹു, നിങ്ങൾ ആ വിശ്വാസത്തെ വിട്ടുപിരിയൂല. വലാ യഖ്റുജു മിൻ ഖുലൂബികും, നിങ്ങളെ ഖൽബിൽ നിന്നത് പുറപ്പെട്ടു പോകൂല. എന്റെ മാന്യ സഹോദരിമാരോടും സഹോദരങ്ങളോടും ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഈമാൻ ഖൽബിൽ ഉറച്ച ഒരാണും പെണ്ണും ഈ വിശ്വാസ രംഗത്തിൽ നിന്ന് വ്യതിചലിച്ച് സാമ്പത്തിക സ്രോതസ് കണ്ടാലും ശാരീരിക സൗന്ദര്യം കണ്ടാലും കുടുംബത്തിന്റെ പവറും പത്രാസും കണ്ടാലും മതം വലിച്ചെറിഞ്ഞു പോകൂല. അതേത് പ്രേമിക്കുന്ന ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും ഏത് പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും ശരിയായ നിലക്ക് ഖൽബിന്റെ അടിത്തട്ടിൽ ഈമാൻ കുടുങ്ങിയിട്ടുണ്ടോ, വേരുറച്ചിട്ടുണ്ടോ, പുറത്തു പോകൂല. ശിക്ഷ എത്ര കിട്ടിയാലും ഈമാനൊന്നും മാറൂല. അതേ, എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, എന്താ ഇങ്ങനെ പറയാൻ കാരണം? ലിഅന്നമൻ യുഹിബ്ബു അശിയാ, പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഫഖദ് യുമില്ലു ശൈഅൻ മിൻഹാ, ചിലപ്പോഴൊക്കെ ആൾക്ക് മടുപ്പ് വരും. ഇദാ ഹസലൈതഹു, ആ കാര്യങ്ങളൊക്കെ വന്ന എപ്പോഴും പല കാര്യങ്ങളും ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോഴൊക്കെ എന്നോടൊരു മടുപ്പ്, അത് വേണ്ടാൻ നോക്കും. പക്ഷെ ഈമാൻ അങ്ങനല്ല. റസിമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈമാൻ അങ്ങോട്ട് ശരിക്കും വന്നിട്ടത് തറുവായാൽ അല്ലാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ആ സ്വഹാബത്തൊക്കെ ഈമാന്റെ പേരിൽ ആ രൂപത്തിൽ ത്യാഗം ചെയ്തത്, ആ രൂപത്തിൽ പരീക്ഷണങ്ങൾ സഹിച്ചത്. എത്ര സുഖലോലുപനായി കഴിയുന്ന മഹാനായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മാ റഅയ്തു ബിമക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. മക്കയിൽ നിന്ന് മദീനയിൽ ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി നബി തങ്ങൾ വിട്ടയച്ച സ്വഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ടൈറ്റിൽ പേര് തന്നെ മുഖ്രിഉൽ മദീന എന്നാണ്. മുഖ്രി, ഓത്ത് പഠിപ്പിക്കുന്ന ആളാണ്. അവിടുന്നാണോ മുഖ്രി വന്നത് അറിയില്ലട്ടോ. മുഖ്രിഉൽ മദീന, മദീനയിലെ ഓതിക്കൊടുക്കുന്ന ആള് എന്ന പേര് കിട്ടിയ സ്വഹാബിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. നല്ല സമ്പന്ന തറവാട്ടിൽ ജീവിച്ചു വളർന്ന ചെറുപ്പക്കാരൻ. തങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിൽ ജീവിക്കുമ്പോ അത്ര സുഖലോലുപനായി അടിച്ചുപൊളിയായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു ബിമക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. സുഖലോലുപനായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്അബിനെ പോലെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. മദീനത്തെ പള്ളിയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കടന്നു വരുമ്പോ ആട്ടിൻ തോലണിഞ്ഞിട്ടാണ് വരുന്നത്. ശരീരത്തിൽ വസ്ത്രമായി ധരിച്ചിരിക്കുന്നത് ആട്ടിന്റെ തോലാണ്. അത് ഊറക്കിട്ട് വൃത്തിയാക്കിയിട്ട് ആ തോലാണ് ശരീരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി, നഗ്നത കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടിഭാഗം കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോ തങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ഉൻദുറൂ ഇലാ ഹാദാ, ഈ ചെറുപ്പക്കാരനിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ വരുത്തിയ പരിവർത്തനം എങ്ങനെയാണെന്ന് നോക്കൂ. സുഖലോലുപതയിൽ കഴിയുന്ന കുടുംബത്തെ വിട്ട്, സുന്ദരമായ തറവാടിനെ വിട്ട്, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തറവാടും സമ്പത്തും സുഖവും ബഹിഷ്കരിച്ച് ഈ നാട്ടിൽ വന്നിട്ട് ആട്ടിന്റെ തോലണിയുന്ന രംഗമുണ്ടെങ്കിൽ, ഈമാൻ ഖൽബിൽ ഉറച്ചാൽ, വസ്ത്രമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും കിടക്കാനൊരു കിടപ്പറയില്ലെങ്കിലും സുഖിക്കാനൊരു സുഖകേന്ദ്രമില്ലെങ്കിലും ഈമാനുണ്ടല്ലോ, അത് മതി, അത് മതി എന്ന സന്തോഷം കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് റസീമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല ഇല്ല, ഈമാനെ അല്ലാഹു ഹബ്ബാക്കി തന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം നിങ്ങളെ ഖൽബിൽ ഈമാനിനെ അല്ലാഹു സൗന്ദര്യപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ഒരിക്കലും അയാളെ ഖൽബിൽ നിന്ന് ഈമാനിനോട് പിന്നെ രാജി വരൂല, പ്രഖ്യാപിക്കൂല. ബിഹൈതു ലാ തുഫാരിഖൂന,
ആ ഈമാൻ വിട്ടി പിരിഞ്ഞു പോകൂല. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. എന്ത് കുലുങ്ങിയാലും ഈമാൻ പോകാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ലോകത്തിലുള്ള മുഅ്മിനുകളുടെ ഈമാൻ കണ്ടു പഠിക്കേണ്ടത്. നിങ്ങളൊക്കെ കണ്ടില്ലേ, ഈ രണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടില്ലേ പാവപ്പെട്ട വിശ്വാസികളായ റോഹിംഗ്യകളെ ഒരു കാരണവും കൂടാതെ നിർദാക്ഷിണ്യം കൊന്നുകളയുന്നത്, ആക്രമിക്കുന്നത് കണ്ടില്ലേ? ജീവനോട് കുടിമാടത്തിലേക്ക് പിടിച്ചു തള്ളുമ്പോഴും ഉച്ചൈസ്തരം അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫലസ്തീനിന്റെ തെരുവീതികളിൽ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളായ ആളുകൾ നരനായാട്ട് നടത്തുമ്പോ ഒരു തലമുറയെ മൊത്തം നശിപ്പിക്കണമെന്ന രീതിയിൽ ഫലസ്തീനി കുട്ടികളെ കാരണം പറഞ്ഞിട്ടും പറയാതെയും കൊന്നുകളയുമ്പോ കഴുത്തിന് പിടിച്ചു നിൽക്കുന്ന സമയത്തും ചെറിയ മക്കൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തു ചെയ്താലും തുണ്ടം തുണ്ടമാക്കിയാലും ഈമാൻ അടിയുറച്ചിട്ടുണ്ടോ വലിച്ചെറിയാൻ സാധിക്കൂല. ആ അർത്ഥത്തിൽ ഈമാനങ്ങ് വേര് പിടിച്ചു പോകണം. അപ്പോഴാണ് ഖൽബിൽ ഈമാനിന്റെ സീനത്തുണ്ടായത് എന്നാണ് ആസിമാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. ഈമാനങ്ങ് കൽബിൽ കുറെ കാലം നിന്നാൽ ഈമാൻ അനുദിനം ഇങ്ങനെ ഹുസ്ന് കൂടി വരും. അല്ലാഹു അത്തരത്തിൽ ഈമാൻ നമുക്ക് ഏറ്റിത്തരട്ടെ. ഈമാനിന് സൗന്ദര്യം ഇങ്ങനെ കൂടും. കാരണം ഇബാദത്തുകൾ അധികരിച്ചു വഹിക്കുന്നു. പ്രയാസങ്ങളൊക്കെ സഹിക്കുമ്പോ ഈമാനിന്റെ തലം പൂർണ്ണമാകും. തഖൂലുൽ ഇബാദത്തു വത്തകാലീഫു ഇന്നഹു അലദ്ദ വാക്മൽ. നേരെ നിൽക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും വിശ്വാസി എന്താ ചെയ്യുന്നത്? ചാരി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. അവനെ കാണുന്ന ഒരാൾ ചിന്തിക്കുന്നു, ഒന്നും നിസ്കരിക്കാറൊന്ന് കിടന്നിറങ്ങിക്കോട്ടെ ഇയാൾക്ക്. പക്ഷേ ഈമാനുള്ള മുഅ്മിൻ അങ്ങനെയല്ല കാണുന്നത്. ചാരിയിട്ട് നിൽക്കാൻ അല്ലാഹു എനിക്ക് കഴിവ് തന്നല്ലോ. അല്ല, ഒരു കുന്തം പിടിച്ച് നിൽക്കാൻ അല്ലാഹു എനിക്ക് കഴിവ് തന്നല്ലോ. അതല്ല, ബേക്കിൽ നിന്നൊരാൾ പിടിച്ചിട്ട് നിൽക്കാനുള്ള കഴിവ് തന്നല്ലോ. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചാലും ഈമാനിന് വേണ്ടിയല്ലേ, എനിക്കിതൊരു പ്രശ്നമില്ല. പറയുന്നു തഖൂനുൽ ഇബാദത്തു വത്തകാലീഫു ഇൻദഹു അലദ്ദ വഅക്മൽ. അവൻ ആ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത് ഒരു നേരം അവൻ ചിന്തിക്കുമ്പോ കൽബിൽ ഒരു ആനന്ദം വരും, ഒരു സന്തോഷം വരും. രോഗഗ്രസ്തനായി കിടക്കുന്ന സ്വഹാബി വര്യൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സമീപത്ത് വന്ന് അവിടുത്തെ രോഗത്തിന്റെ അവസ്ഥ കണ്ടപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അല്ലാഹുവേ, ഇതുപോലുള്ള ഒരു വിഷമം പിടിച്ച രോഗം ഒരാൾക്കും കൊടുക്കല്ലേ അല്ലാ. ഉടനെ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞ വാക്കിൽ നിന്ന് തൗബ ചെയ്യണം. അങ്ങനെ നിങ്ങൾ പറയരുത്. എന്റെ രോഗത്തിൽ അല്ലാഹുവിനോട് നിങ്ങൾ ഖൈറേ ചോദിക്കേണ്ടതുള്ളൂ. ഞാൻ ഇങ്ങനെ രോഗഗ്രസ്തനായി കിടക്കുന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും തീ തുപ്പുന്ന വേദന തിന്നിട്ട് ഇങ്ങനെ വിഷമം അനുഭവിക്കാണ്. അല്ലല്ല, നിങ്ങൾ കാണാത്ത ഒരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. 1000 കൊല്ലം അല്ലാഹു ഈ പാത്തിയിൽ എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് വീടിന്റെ പുറത്തൊരു പാത്തി കിട്ടിയിട്ട് അതിലാണ് മഹാനവറുകൾ കിടക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലടക്കം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പാത്തിയിലാണ് കിടക്കുന്നത്. ആലയിൽ പാത്തി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ ഇടയിലുള്ള ഈടുകളിലൂടെ രക്തവും ചലവും താഴോട്ട് ഇങ്ങനെ ഒഴുകാണ്. ഇത് കണ്ടിട്ടാണ് ഒരു സുഹൃത്ത് പറയുന്നത്, അല്ലാഹുവേ, ഇങ്ങനെ നീ കൊടുക്കല്ലേ എന്ന്. അങ്ങനെ ദുആ ചെയ്യരുത്. ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് എനിക്ക് ഖൈറാജ് നിങ്ങൾ ചോദിച്ചാൽ മതി. കാരണം നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. എന്റെ ശരീരത്തിൽ എല്ലാ ദിവസവും 1000 മലക്കുകൾ വന്ന് എന്റെ അടുത്ത് വന്ന് സലാം ചൊല്ലി എന്നെ മുസാഫഹത്ത് ചെയ്ത് എന്നെ നെറ്റിയിൽ ഉമ്മ വെക്കുന്നുണ്ട്. ആരോഗ്യ ദൃഢഗാത്രനായി നടക്കുന്ന നിങ്ങൾക്കതില്ലല്ലോ. അതാണ് ആസിമാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശ്വാസത്തിന്റെ തേരിലേറുന്ന മനുഷ്യൻ ഏത് പ്രയാസങ്ങളും സഹിക്കുന്നത് ആനന്ദത്തോടെയാണ്. അവിടെയാണ് കഴുമരത്തിലേക്ക് കയറുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൂടി വായിക്കേണ്ടത്. മഹാനവറുകൾ പറഞ്ഞില്ലേ, ഒരു പ്രശ്നവുമില്ലാതെ ചങ്കൂറ്റത്തോടെ പറഞ്ഞില്ലേ, അതേ ഫലസ്തു ഉബാലിഹീന മുഖ്തലു മുസ്ലിമാ
على أي شق كان لله مصرعي وذلك في ذات الإله وإن يشاء يبارك على أوصال شيء ممزعي. ആ കഴുമരത്തിലേക്ക് കയറുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ സലാം പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ ഇരുന്ന് തങ്ങൾ അത് മടക്കിയിട്ടുണ്ട്. ഒന്ന് മുന്നോട്ട് ഇരുന്നാല് ബാക്കിൽ കുറച്ച് ചേറോടി വെക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി ഒന്ന് പതുക്കെ ഒന്ന് മുന്നോട്ട്. അവനായിരിക്കുന്ന കസേര ഒന്ന് മുന്നോട്ട് വെച്ചാൽ മതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോ മദീനയിൽ നിന്ന് തങ്ങൾ സലാം അടക്കുകയാണ്. സ്വഹാബത്ത് കേൾക്കുന്നു. എല്ലാവരും ഒരുമിച്ചുകൂടെ സദസ്സിൽ തങ്ങൾ പറയുന്നു വഅലൈക്കുമുസ്സലാം യാ ഹുബൈബ്. ഹുബൈബേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമത്ത് ഉണ്ടാകട്ടെ. ഉടനെ തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, നമ്മുടെ ഹുബൈബിനെ കഴുമരത്തിലേക്ക് കയറ്റപ്പെടുകയാണ്, അവിടുന്ന് എനിക്ക് സലാം പറഞ്ഞതാണ്. പറഞ്ഞില്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടല്ലേ എന്നെ കൊല്ലപ്പെടുന്നത്, ഒരു പ്രശ്നവും എനിക്കില്ല. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശാ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണല്ലോ ഞാൻ അവസാനം വിടവാങ്ങുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു വെപ്രാളവുമില്ല, ഒരു പേടിയുമില്ല, ഒരു നഷ്ടവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ ചേതനേറ്റ് കിടക്കുന്ന എന്റെ ശരീരത്തെ ഇവർ തുണ്ടം തുണ്ടമാക്കിയാലും യുബാരികു അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. കഷ്ണിക്കപ്പെട്ട എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമല്ലോ. 40 ദിവസം കഴുമരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് സ്വഹാബത്തിനെ വിട്ടു. 40 ദിവസം ആ ശരീരം അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴും ഒരീച്ച വന്നിരുന്നിട്ടില്ല, ഒരു ഉറുമ്പ് വന്നരിച്ചിട്ടില്ല, ഒരു ഭാഗങ്ങളും കൊഴിഞ്ഞു വീണിട്ടില്ല. അതല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം യുബാരികു അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. കഷ്ടിക്കപ്പെടുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തേക്കും. സഹാബത്ത് പോയി നോക്കുമ്പോ പരിസരത്ത് കിടക്കുന്ന ശത്രുക്കൾ മുഴുവനും മധോന്മത്തരാണ്. അതൊക്കെ കഴുമരത്തിലേക്ക് കയറി ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ നയിച്ചു. ആ ശർഫാക്കപ്പെട്ട ശരീരം താഴെ കൊണ്ടുവന്ന് ഒട്ടകപ്പുറത്ത് ചുമന്ന് കയറ്റി അവരങ്ങനെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി. കുറെ അപ്പുറത്തെത്തുമ്പോ കൂട്ടത്തിൽ നിന്നൊരാൾ എണീറ്റ് പറഞ്ഞു, മുകളിൽ ആളെ കാണുന്നില്ല, ആര് കൊണ്ടുപോയിട്ടുണ്ടോ? ബാക്കി എല്ലാവരും ചടകുടഞ്ഞേനേറ്റു. പിന്നാലെ കൂടി കുറെ ദൂരത്താ കാണുന്നത്, പിന്നാലെ കൂടി എല്ലാ വാഹനം എടുത്തിട്ട്. ആ സന്ദർഭത്തിലാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ചുമന്നു കൊണ്ടുപോകുന്ന സ്വഹാബിമാർ പറഞ്ഞത്, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ജ്വലിച്ചു നിന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശരീരം ഇതാ ഭൂമിയിലേക്ക് വെക്കുന്നു. ഭൂമി എന്നൊരു ഖബറായി ഓപ്പണായി, ശരിക്കും കൃത്യമാർന്നൊരു ഖബറായിട്ട് ഇങ്ങനെ തുറന്നു. അതിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഭൂമി അങ്ങ് കൂടുകയും ചെയ്തു. പിന്നെ ഹുബൈബ് തങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല. ഈമാനിന്റെ തേലേറി പറയുന്ന ഈ സംസാരങ്ങൾ ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മമാരെ, ആരെങ്കിലും പല്ലിടിച്ച് കാണിക്കുമ്പോഴേക്ക് പോകാനുള്ളതല്ല ഈമാൻ. ആരെങ്കിലും സൗന്ദര്യം കാണിക്കുമ്പോഴേക്ക് മാതാവിനെ പിതാവിനെ വിട്ടുവിടാനുള്ളതല്ല ഈമാൻ. ഏതെങ്കിലും പീറച്ചെറുക്കന്മാരുടെ കൂടെ വിശ്വാസത്തിന്റെ സർവ കെട്ടുകളും വലിച്ചെറിഞ്ഞ് പോകാനുള്ളതല്ല ഈമാൻ. ആ ഈമാനൊന്നും കൽവിൽ പിടിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ശരിക്ക് കൽവിൽ ഈമാൻ ഉറച്ചിട്ടുണ്ടോ പിന്നത് പിരിയൂല. അത്തരത്തിൽ അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഈ ഒരു വിഷയം കൊണ്ടാണ് വലിഹാദാ ഖാല ഫിൽ അവ്വൽ ഈമാൻ സ്വീകരിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞു ഹബ്ബബ ഇലൈക്കും, രണ്ടാമത് അല്ലാഹു പറഞ്ഞു വസയ്യനഹു ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബുകളിൽ അല്ലാഹു തആല തറപ്പിച്ചു തന്നു, സൗന്ദര്യമാക്കി തന്നു. അങ്ങനെ ഖൽബുകളിൽ അല്ലാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. പൂർവികരൊക്കെ പഠിപ്പിച്ചെന്ന ഈമാൻ അതാണ്. ഞാൻ അതിന്റെ ചരിത്ര സംഭവങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് വൈവിധ്യമാർന്ന അനുഭവങ്ങളുണ്ട്. ഒക്കെ പറഞ്ഞ് വിഷയങ്ങൾ കുറച്ചുകൂടി പറയാനുള്ളത് കൊണ്ട് നീട്ടിപ്പരത്തുന്നില്ല, എങ്കിലും ഒന്ന് പറയട്ടെ. ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു ചരിത്രം കാണാം. അവിടുത്തെ നവാദുറിൽ റോമക്കാരിൽപ്പെട്ട ഒരു സൈനികൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടം ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നായവേട്ട നടത്തുന്ന, നായകളെ കൊണ്ട് അഭ്യാസം കളിക്കുന്ന, മുസ്ലിങ്ങളോട് വല്ലാതെ ശത്രുതയുള്ള ഒരു മനുഷ്യന്റെ സമീപത്തേക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ല ഊക്കുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അയാൾ ആ പറമ്പിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോ അവിടെ സംവിധാനിച്ച സംവിധാനങ്ങൾ എങ്ങനെയാണ്? ശരിക്കും അതിന്റെ ചുറ്റുഭാഗത്തും ചെങ്ങലകളെ കൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. തല ഉയർത്തിയിട്ട് പോകാൻ പറ്റൂല ഒരാൾക്കും അയാൾ അടുത്തേക്ക്. അയാളെ നാട്ടിലൊരു പ്രഭുവാണ്, നേതാവാണ്, വളരെ കടുത്ത ദേഷ്യമാണ് മുസ്ലിങ്ങളോട്. അങ്ങനെയുള്ള ഒരാളെടുത്തേക്കാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ അവിടെ പോയി നിന്ന് നോക്കി. അപ്പൊ ഉള്ളിലേക്ക് ഇങ്ങനെ വിളിച്ചു, വരൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഉള്ളിലേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, ഇന്നി ലഅസ്തഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അദ്ഖുല അലൽ കാഫിരി കഹൈതത്തിർ റാകിഅ. നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരേണ്ടത് എങ്ങനെയാ? ഈ കൂടാരങ്ങളെ കെട്ടിപ്പൊന്തിച്ച് ആ തല ഉയർത്തി വരാൻ പറ്റുന്ന റുക്കൂവിന്റെ രൂപത്തിൽ വരണം. വരുന്നവരൊക്കെ റുക്കൂവിന്റെ രൂപത്തിൽ വരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെങ്ങലകൾ കൊണ്ട് ചുറ്റും കെട്ടി വലിഞ്ഞിരിക്കുകയാണ്. തല പൊക്കി പോകാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റുക്കൂവിന്റെ രൂപത്തിൽ ഒരു നിഷേധിയുടെ അടുത്തേക്ക് പോകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂലേ എന്നൊരു നാണം എനിക്കുണ്ട്. അതുകൊണ്ട് വരാൻ പറ്റൂല എന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല, തങ്ങൾ വഫാത്തായി റളിയല്ലാഹുവിനെ ഭരിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, അയാൾ ഏതായാലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച് നമ്മൾ കൊണ്ടുവന്ന ആളല്ലേ, ചെങ്ങലൊക്കെ നയിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ചെങ്ങൽ അയച്ചു. ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് ചെന്നു. ദീർഘനേരം സംസാരിച്ചു. സംസാരത്തിലൊന്നും പതറിയില്ല. കുറെ നേരം പ്രകോപനങ്ങളും തുടരെ കൊടുത്തു. ആ അക്രമിയായ മനുഷ്യൻ പറഞ്ഞു, നായവേട്ട നടത്തുന്ന, നായകളെ കൊണ്ട് സവാരി നടത്തുന്ന, നായകളോട് സഹവാസം പുലർത്തിയിട്ട് നായകളെ പോലെ പേബാധിച്ചവനെ പോലെ സംസാരിക്കുന്ന ആള് പറഞ്ഞു, ഉദ്ഖുൽ ഫീ ദീനിനാ ഹത്താ അളഅ ഖാതമീ ഫീ യദിക വഅതീക വിലായത്തർ റൂം. നീ ഞങ്ങളെ ദീനിലേക്ക് വാ, റോമ സാമ്രാജ്യത്തിന്റെ അധികാരം നിന്റെ കയ്യിലേക്ക് തരും. ആ അധികാരത്തിന്റെ ചിഹ്നമായി എന്റെ കയ്യിൽ കിടക്കുന്ന രാജാക്കന്മാര് ധരിക്കുന്ന മോതിരം ഞാൻ അഴിച്ചു തരും. നീ ഒന്ന് ഇങ്ങോട്ട് കടന്നു വാ, എന്നിട്ട് നിനക്ക് ഉദ്ദേശിച്ചത് ചെയ്യാം. പക്ഷേ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, റോമിന് എത്ര ആസ്തിയുണ്ട്, റോമിന് എത്ര വലിപ്പമുണ്ട്? കംലി റൂമി മിന ദുനിയാ, ദുനിയാവിൽ നിന്ന് റോം എത്രയാണുള്ളത്? ഉടനെ മറ്റേയാള് പറഞ്ഞു, ശത്രുക്കളുടെ നേതാവ് പറഞ്ഞു, സുലുസുഹാ ഔ റുബുഹാ, റോം വലിയ സാമ്രാജ്യമാണ്, ഒരുപക്ഷേ ദുനിയാവിന്റെ 1/3 4/1 കാണും. ആ സമയത്ത് ചെറുപ്പക്കാരൻ ഈമാനോട് പറഞ്ഞു, ലൗ കാനത്തി ദുനിയാ കുല്ലുഹാ ലഹും മംലൂഅതൻ ദഹബൻ വജവാഹിർ ഫഅതൂഹാ ഇലയ്യ ബദലൻ അൻ സമാഇ അദാനി യൗമിൻ മാ ഖബിൽതുഹാ. ദുനിയാവ് മൊത്തം സ്വർണവും മുത്തും രത്നങ്ങളെ കൊണ്ട് സുഭദ്രമാക്കി നിറച്ചു വെച്ച് നിങ്ങൾ എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയാലും ഒരു ദിവസത്തെ വാങ്ങ് കേൾക്കുന്ന സുഖം പോലും എനിക്ക് അതുകൊണ്ട് ലഭിക്കൂല. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കൂല. ദുനിയാവിന്റെ മൊത്തം
ദിവസവും സ്വർണ്ണാഭരണങ്ങളും മുത്തുകളും രത്നങ്ങളും എന്റെ കയ്യിലേക്ക് നിങ്ങൾ തന്നാലും ഒരു ദിവസത്തെ ബാങ്ക് കേൾക്കുന്നതിന് എനിക്കത് പകരമാകൂല. അതിനേക്കാളും എനിക്ക് സൗന്ദര്യം അദാന് കേൾക്കലാണ്. അപ്പൊ അദാന് എന്ന വാക്ക് പറഞ്ഞപ്പോ അയാൾ ചോദിച്ചു, വമൽ അദാനു, എന്താണ് വാങ്ക്? അപ്പൊ വാങ്കിലുള്ള ശബ്ദമുണ്ടല്ലോ ആവർത്തിച്ച് പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് രണ്ടൊന്ന് ചൊല്ലിക്കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, ഇന്നഹു ഖദ് സബത ഹുബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖൽബിഹി. ഈ ചെറുപ്പക്കാരന്റെ ഖൽബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം അത് ഉറച്ചിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാത്തത്. ആദ്യം പറയുന്നത് പ്രലോഭനത്തിന്റെ ശൈലിയാണ്. റോം സാമ്രാജ്യത്തിന്റെ അധികാരം തരാം, അധികാരത്തിന്റെ ചിഹ്നമായി എന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം തരാം. റോമല്ല ദുനിയാവിലെ മൊത്തം നിറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ തന്നാലും ഒരു ദിവസത്തെ ബാങ്ക് കേൾക്കുന്ന സുഖം എനിക്കതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കാറില്ല. അപ്പൊ ഇയാളെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും മടങ്ങൂല എന്ന് പറഞ്ഞു. അതിന് ഇനി ഒരു കാര്യം ചെയ്യാം, വലിയ ഒരു ചെമ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ചെമ്പ് കൊണ്ടുവന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ്, കത്തിക്കുകയാണ്. എന്നിട്ട് ആ തിളക്കുന്ന എണ്ണ ശക്തമായി, തിളക്കുന്ന വെള്ളം ശക്തമായി ഇങ്ങനെ പറഞ്ഞു പൊങ്ങുന്ന നേരത്ത് അവരതാ പിടിച്ചിട്ട് അതിലേക്ക് അങ്ങെറിയുന്നു ആ ചെറുപ്പക്കാരനെ. ആ ചെറുപ്പക്കാരൻ അതിൽ പോയി വീഴാനൊരുങ്ങുന്ന സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പ്രശ്നം, കുറച്ചു കഴിഞ്ഞ് തീയൊക്കെ കെടുത്തി വെള്ളം ഒരു ഭാഗത്തേക്ക് ഒഴിവാക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് മറ്റേ ഭാഗത്തുകൂടെ ഇങ്ങോട്ട് വന്നു. അവരൊഴുക്കിയ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ ഇങ്ങോട്ട് നടന്നു വന്നു. അള്ളാഹുവിന്റെ വല്ലാത്ത കുതിരത്തല്ലേ, സൈനികരൊക്കെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ആള് പറഞ്ഞു, ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു നോക്കുക, അതിലൊരു പക്ഷേ ഇയാൾ വീഴാൻ സാധ്യതയുണ്ട്. ഒരു ഇരുട്ടറയിലേക്ക് ഇയാളെ കൊണ്ടുപോയി താമസിപ്പിക്കണം. ആരും പരിസരത്തേക്ക് ചെല്ലരുത്. ഇരുളടഞ്ഞ റൂമിൽ ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്. അയാളെ സമീപത്തേക്ക് ഒരുപാട് പന്നിയിറച്ചിയും ഒരുപാട് മദ്യവും അങ്ങോട്ട് വിളമ്പിക്കൊടുത്ത് അടുത്തേക്ക് കൊണ്ടുപോയി വെക്കണം. കൈ നീട്ടിയാൽ എത്തുന്നിടത്ത് ഒരു ഭാഗത്ത് മദ്യം കൊടുക്കണം, മറ്റൊരു ഭാഗത്ത് പന്നിമാംസം കൊടുക്കണം. കഷ്ടപ്പാടിന്റെ നെരിപ്പേടിൽ അയാളൊന്ന് തിന്നോന്ന് നമുക്കൊന്ന് നോക്കാലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസ രംഗത്ത് അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. നമുക്കത് കേൾക്കുന്ന ഒരു സുഖല്ലേ ഉള്ളൂ, അനുഭവങ്ങൾ നമുക്കില്ലല്ലോ. അവരുടെ ഈമാനിനൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന നിലയും വലിയ എത്രയാ. നമുക്കൊക്കെ ഈമാന്റെ ദുൽഫ് എന്ന് പറഞ്ഞ ദൗർബല്യം എന്നല്ലാതെ എന്ത് കനമാ നമുക്കുള്ളത്, എന്ത് കട്ടിയാ നമുക്കുള്ളത്? നമ്മൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ നേർക്കുനേരെ അനുഭവിച്ചുകൊണ്ട് ശരിക്കും അനുഭവിക്കുകയല്ലേ അവർ ഈമാനെ ആസ്വദിക്കുകയാണ് അവര്. വിശ്വാസത്തിന്റെ ഊക്ക് ബാക്കിയുള്ള ആളുകളിലേക്ക് പകർത്തി കൊടുക്കുന്നതോടൊപ്പം സ്വന്തത്തിനതിങ്ങനെ ഉയർത്തുന്ന സൗന്ദര്യം അവർക്കിങ്ങനെ അനുദിനം കിട്ടുകയാണ്. അങ്ങനെ ഇരുട്ടറയിലേക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരാളും അടുത്തേക്ക് വരുന്നില്ല, നോക്കിയാൽ ഒരു ഭാഗത്തേക്കും കാണുന്നില്ല. ഒരു ഭാഗത്ത് പന്നിയിറച്ചി കൊണ്ടുപോയിട്ടു, വേവിച്ച പന്നിയിറച്ചിയാണ്. മറ്റൊരു ഭാഗത്തതാ കള്ളും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, മദ്യവും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. 40 ദിവസം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരാവൂ എന്നെല്ലാവരോടും പറഞ്ഞു. 40ാമത്തെ ദിവസം വന്നു. അവര് തുറന്നു നോക്കി. ഫറഔ ജമീഅ മാ അൽഖൂഹു ലഹു ബൈന യദൈഹി ലം യഅകുൽ മിൻഹു ശൈആ. കൊണ്ടുപോയി വെച്ച കള്ളൊക്കെ അങ്ങനെയുണ്ട്, കൊണ്ടുപോയി വെച്ച പന്നിമാംസൊക്കെ അങ്ങനെയുണ്ട്. ഒരു തുണ്ട് പോലും തിന്നിട്ടില്ല, ഒരു തുണ്ട് പോലും കുടിച്ചോട് ഗ്ലാസ് പോലും കുടിച്ചിട്ടില്ല. വിശ്വാസരംഗത്ത് കരുത്തോടെ നിന്നാൽ ആരും കാണാത്ത ഭാഗത്തിലൂടെ ഭക്ഷണം തരുന്നവൻ ആരാണ്? അള്ളാഹു അല്ലേ. എന്തിനു പേടിക്കാനാണ്? അള്ളാഹുവിനെ വിശ്വസിച്ച് വിശ്വാസം തറപ്പിച്ചുറപ്പിച്ചു നിന്നാൽ ജനങ്ങളുടെ ഭക്ഷണം വേണോ?
വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹു പറഞ്ഞില്ലേ, നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, വിശ്വാസ സംരക്ഷണത്തിനും കർമ്മരംഗത്തുള്ള ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർ, ലനഹ്ദിയന്നഹും സുബുലനാ, നമുക്ക് അവർക്കൊക്കെ ചെയ്യാൻ നല്ല നല്ല വഴികളുണ്ട്, എളുപ്പ വഴികളുണ്ട്. ആ വഴികൾ തുറന്നു കൊടുത്ത് അവരെ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കും, അവരുടെ ഇഖ്ലാസിനെ നമ്മൾ സൂക്ഷിക്കും, അവരുടെ അമലുകളെ നമ്മൾ ശക്തിപ്പെടുത്തും, അവർക്കൊരു പേടിയും ഇല്ല. 40 ദിവസവും ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, കൈഫലാ തഅക്കുലു മിൻഹു. പൊളിച്ചു നോക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർ അന്യോന്യം സംസാരിച്ച് പറഞ്ഞു, തിന്നാതിരിക്കൂല. കാരണം അക്ലുഹു ജായിസുൻ ഫീ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദറൂറ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചൊല്ലിയല്ലോ, നമ്മൾ ചൊല്ലല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവര് പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ഇത്ര നിർബന്ധിതാവസ്ഥയിൽ നിന്നൊക്കെ തിന്നാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തിന്നാതിരിക്കൂല, എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടാകും. ആ സമയത്ത് നായകൻ പറഞ്ഞു, അവരുടെ തലവൻ പറഞ്ഞു, ലൗ അകൽത മിൻഹു ലൗ അകലത് മിൻഹു ലഫറഹ്തും വഇന്നമാ അറദ്തു ഇഗാദതകും. ഞാൻ അതിൽ നിന്ന് വല്ലതും തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമായിരുന്നു, പക്ഷേ ഞാനൊരു തുണ്ട് തൊട്ടിട്ടില്ല എന്ന് ഉള്ളിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് ഒന്നും തൊട്ടിട്ടില്ല, നിങ്ങളെ ഒന്നുകൂടി ദേഷ്യപ്പെടുത്താനാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നും തിന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ഒന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അവരുടെ തലവൻ പറഞ്ഞു, എങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കി വിട്ടുതരാം, ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തന്നാൽ മതി. ഫസ്ജുദ് ലീ, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, എനിക്ക് നീ ഒന്ന് സുജൂദ് ചെയ്തു തന്നാൽ മതി. ഹത്താ ഉഖല്ലിയ സബീലക വസബീല മൻ മഅക മിനൽ അസാറ, കൂടെയുള്ള പന്തികളെയും നിന്നെയും ഒഴിവാക്കി തരാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്ന സുജൂദ ഫീ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു ഇല്ലാ ലില്ലാഹി തആല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ സുജൂദ് അല്ലാഹ്ക്കേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല, വേറൊരു മഖ്ലൂക്കിനും പറ്റില്ല. അത് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഞാൻ സുജൂദ് ചെയ്യണമോ? നടക്കൂല പരിപാടികൾ. അത് അല്ലാഹു തആലക്ക് നിർവഹിക്കേണ്ട കാര്യം, നിനക്കെങ്ങനെ സുജൂദ് ചെയ്യാം? എന്ത് ചെയ്യും ഇനി ഇയാളെ? എന്നാൽ ഖബ്ബിൽ യദീ, നീ എന്റെ കൈയൊന്ന് ചുംബിക്കണം, എന്നാൽ നിന്നെ ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞു. ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ കൈ ചുംബിക്കാൻ എനിക്ക് പറ്റൂല, ഞാൻ എന്റെ ബാപ്പാന്റെ കൈ ചുംബിക്കാറുണ്ട്, നീതിമാനായ ഭരണാധികാരികളെ കൈ ചുംബിക്കാറുണ്ട്, എന്റെ ഗുരുനാഥന്മാരുടെ കൈ ചുംബിക്കാറുണ്ട്, നിന്നെ ഒരു ഏട്ടിലും പാട്ടിലും ഞാൻ കണ്ടിട്ടില്ല. നിന്നോടൊരു ബഹുമാനം, എനിക്കൊരു ബന്ധവും എനിക്കില്ലല്ലോ. നീ നാട്ടിലൊരു മൂപ്പൻ എന്നല്ലേ നിന്നെ പറ്റി പറയാൻ പറ്റുള്ളൂ. മൂപ്പൻ എന്ന് പറഞ്ഞാ പോലാ, ഒരു പരാക്രമി എന്ന് പറയണം. ഒന്നും ചെയ്യാത്ത ഞങ്ങളെ പിടിച്ചുകൊണ്ടൊന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് നിനക്ക് നിന്റെ കൈ ചുംബിക്കാൻ ഞാനില്ല. അവസാനം പറഞ്ഞു, ഞാൻ എന്റെ നെറ്റിത്തടം ഒന്ന് ചുംബിക്കുന്നു. അപ്പൊ പറഞ്ഞു, നെറ്റിത്തടം ഞാൻ ചുംബിക്കാം, പക്ഷെ ഒരു ഷർത്ത് ഉണ്ടെന്ന്. എന്താ ഷർത്ത്? ഞാൻ എന്റെ കൈ നിങ്ങളെ നെറ്റിമുറി വെച്ചിട്ട് എന്റെ കയ്യെ ചുംബിക്കൊള്ളൂ. നിന്റെ നെറ്റി ചുംബിക്കാൻ എനിക്ക് പറ്റൂ, ഡയറക്റ്റായി പറ്റൂല. ഇനി നിനക്ക് ഒന്നും പറഞ്ഞിട്ടൊരു സമാധാനം കിട്ടൂലല്ലോ. എന്നെ ഏതെങ്കിലും രൂപത്തിലൊന്ന് നിനക്ക് വിടണമെന്ന് മോഹമുണ്ട്, പക്ഷെ നീ കുടുങ്ങിപ്പോയതല്ലേ ഇപ്പോ. എന്തെല്ലാം ചെയ്തു നോക്കി, എന്നെ ഒന്ന് ശരീരം മൊത്തം നശിപ്പിക്കാൻ വേണ്ടി എന്നെ മറച്ചട്ടിയിൽ ഇട്ടു നോക്കി, നടന്നില്ല. പട്ടിണിക്കിട്ട് നോക്കി, അതും നടന്നില്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. കൈ ചുംബിക്കാൻ നോക്കി, അതും നടക്കുന്നില്ല. നെറ്റി ചുംബിക്കണം എന്നല്ലേ പറയുന്നത്? എന്റെ കൈ നിന്റെ നെറ്റിയുടെ മേലെ വെച്ച് ഞാൻ എന്റെ കയ്യിൽ ചുംബിച്ചോളാണോ? അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനം അതാണ് സമ്മതിച്ചത്. കൈ എങ്ങനെ വെച്ചു? അവന്റെ നെറ്റിയിൽ കൈയല്ലേ വെച്ചത്. കയ്യന്റെ പുറത്തൊരു ചുംബനം കൊടുത്തു, നെറ്റിയിൽ ചുംബിച്ചിട്ടില്ല. കൂടുതൽ ആൾക്കാരെ മോചനം കൂടി ലക്ഷ്യമാക്കുന്നുണ്ട്. അവരെ ഒഴിവാക്കി വിടുന്ന സമയത്ത് ധാരാളം സമ്പത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ റോമിൽ നിന്ന് ഒരു കത്തും എഴുതി കൊടുത്തു. ഈ പിടിച്ചു വെച്ച ആള്. എന്താ കത്തിലുള്ളത്? ലൗ കാന ഹാദർ റജുലു ഫീ ബിലാദിനാ,
ഈ വ്യക്തി ഞങ്ങളുടെ നാട്ടിൽ അലാദീനിന ഞങ്ങളെ മതപ്രകാരം ഉണ്ടായിരുന്നെങ്കിൽ ലകുന്നാ നഅ്തഖിദു ഇബാദതഹു അയാളെ ഇബാദത്ത് ഞങ്ങൾ വിശ്വസിക്കും. അത്രമാത്രം കരുത്തുള്ള ഉറപ്പ് ഇയാൾക്കുണ്ട്. പക്ഷേ നിങ്ങളെ മതത്തിലാണല്ലോ ഈ ചെറുപ്പക്കാരനുള്ളത്. എല്ലാവരെയും മോചിപ്പിച്ചു. അവർ മദീനയിലേക്ക് എത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സമ്പത്ത് നിങ്ങൾ മാത്രം എടുക്കണ്ട, ബൽ ശാരിക് ഫീഹി അഹ്ല മദീനത്തിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മദീന നിവാസികൾക്കൊക്കെ കൊടുത്തേക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ലേ? വിശ്വാസത്തിന്റെ പേരിൽ അള്ളാഹു തആല തന്ന വലിയൊരു വിജയല്ലേ? ആ ചെറുപ്പക്കാരൻ മദീനയിലുള്ള ആളുകൾക്കൊക്കെ ആ സമ്പത്ത് വീതിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശ്വാസ രംഗത്തുള്ള കരുത്തുകൊണ്ട് അള്ളാഹു തആല കൊടുത്തൊരു ഭാഗ്യം. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഈമാനെ വായിക്കേണ്ടത്. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളിലേക്ക് ഈമാൻ ഇട്ടു തരികയും ആ ഈമാനിനെ അലങ്കാരമാക്കി അള്ളാഹു നിങ്ങളെ കൽവിൽ ഉറപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് അള്ളാഹു പറയുന്നത് കളയരുത് എന്നാണ്. അത് കളഞ്ഞു കുളിക്കുന്ന ശൈലിയാണ്. പിന്നെ പറഞ്ഞത് വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളാഹു വെറുപ്പാക്കി തന്നതല്ലേ കുഫ്ർ. അതുകൊണ്ട് കുഫ്റിന്റെ ഒരു മാർഗവും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കുഫ്റായി പോകുന്നൊരു ശൈലിയിലേക്കും പോകാൻ പാടില്ല. പരത്തി പറയേണ്ടതുണ്ട്. എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, മിക്ക പേരും സഹോദരങ്ങളെ, മിക്ക പേരും ഒരു പക്ഷേ ചിന്തിക്കുകയോ വിഷമം കൊണ്ടൊരു പക്ഷേ വന്നു പോവുകയോ ചെയ്യുന്നൊരു വിഷയം കൊണ്ട്. എന്താണത്? ആരെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ ചികിത്സക്ക് വേണ്ടി പോയി, ആരോ പാതി ചികിത്സ അറിയുന്ന ആള് പറഞ്ഞു, നിങ്ങൾക്ക് ഗുരുതരമായ ഒരു സിഹിറുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി വിദഗ്ധന്മാരൊന്നും പറയൂല. വിദഗ്ധന്മാരതിനുള്ള പ്രതിവിധിയാണ് തരുക. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രോഗിയോട് രോഗം പറയാതെ കൂടുള്ളതാരാൻ ചോദിക്കുന്നത് എന്തിനാ? വിദഗ്ധനാണ് ഡോക്ടർ. രോഗിയോട് രോഗം പറഞ്ഞാൽ ചിലപ്പോൾ കൂടി കൂടായി. അപ്പൊ കൂടുതലുള്ള ആൾക്കാരോട് പറയും, വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയുണ്ട്, നിങ്ങളത് പറയണ്ട, നിങ്ങൾ ഇങ്ങനെയും പറഞ്ഞാൽ മതി, കാര്യമൊന്നുമില്ല, മരുന്ന് കുടിച്ചാലൊക്കെ മാറും, അതുകൊണ്ട് കറക്റ്റായി ഇങ്ങനെ കുടിക്കാൻ പറഞ്ഞാൽ മതി എന്ന് ആശ്വാസത്തിന് പറയും. ആ കുറച്ചെങ്കിലും ആശ്വാസത്തിന്റെ മുഖം കാണാം. രോഗിയെ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഗുരുതരമായ ക്യാൻസറാണ്, ഒരുപക്ഷെ അപ്പൊ തന്നെ വിടുവോ? അപ്പോൾ തന്നെ വിടുവോ? പിന്നെ എടുക്കാണ്ടാകൂല. ഇതേ രൂപത്തിൽ ചില ആളുകൾ വരുന്ന ആളുകളോട് പറയും, വളരെ കാര്യപ്പെട്ട ഒരു സിഗർ ചെയ്തു. അപ്പൊ അയാളും ചിന്തിക്കൂലേ, ആരപ്പ എനിക്ക് ചെയ്യാൻ, ഞാൻ ആർക്കും ചെയ്യല്ലോ. അങ്ങനെ ഏതെങ്കിലും മുറിവൈദ്യന്മാരെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പിന്നെ അങ്ങനെ പണിയെടുക്കുന്ന ആളുകളെ സമീപത്ത് പോയിട്ട് അവർക്കെന്തെങ്കിലും കാണിക്ക വെച്ചിട്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു വിഷയം ചെയ്യണമെന്ന തോന്നലും, അങ്ങനെ ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത് കുഴപ്പമില്ലെന്നും തോന്നിയാൽ അത് കുഫറിന്റെ ഒരു വലിയ മാർഗമാണ് തുറക്കുന്നത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം സഹോദരിമാരെ. പലതിനും ആളുകൾ തമ്പടിച്ചു നിൽക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സിഹർ ചെയ്ത യഹൂദിയായ ലബീദിനെ തിരിച്ചൊന്ന് അടിക്കട്ടെ, അവനൊന്ന് വകവരുത്തട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 മാസക്കാലം ആ സിഹറുമായി ബന്ധപ്പെട്ട് തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ശരീഅത്തിന്റെ ഒരു വിഷയങ്ങളും തങ്ങൾക്ക് മാറിയിട്ടില്ല, ഇബാദത്തൊന്നും കുറഞ്ഞിട്ടില്ല. സാധാരണ ചെയ്യുന്ന വിഷയങ്ങളിൽ, അല്ലറ ചില്ലറ കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള വിഷയമുണ്ടായിട്ടുണ്ട്. നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തുകളൊക്കെ കറക്റ്റായി പാലിച്ചിട്ടുണ്ട്. പിന്നെയോ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നും, സത്യത്തിൽ കഴിച്ചിട്ടുണ്ടാകൂല. ഭാര്യമാരുടെ കിടന്ന് സല്ലപിച്ചു എന്ന് തോന്നും, സല്ലപിച്ചിട്ടുണ്ടാകൂല. ഇങ്ങനെ ചില വിഷയങ്ങളിൽ ഒരു മാറ്റം വന്നു എന്നല്ലാതെ കാതലായി ഒന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഇസ്മത്താണ്. പക്ഷേ ആളെ പിടുത്തം കിട്ടിയിട്ടും സഹാബത്ത് വന്ന് ചോദിച്ചിട്ടും തങ്ങളെ മറുപടി വേണ്ട, അമ്മ എനിക്ക് ശിവ തന്നല്ലോ, അതുകൊണ്ട് ഇനി പകരം ഒരു പ്രതികാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, തുനിയുന്നില്ല. മറ്റൊരാൾക്ക് നാശം വിതക്കുന്നത് എനിക്ക് വെറുപ്പാണ്. കുഫറിന്റെ ഒരു വഴികളും സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ തന്നെ വ്യക്തമായി പറയുന്നത് അങ്ങനല്ലേ? മന്നതാ കാഹിനൻ, ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചു, വസദ്ദഖഹു ബിമാ ഖാൽ,
പറഞ്ഞതൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് വിശ്വസിച്ചു. അയാൾ എന്താണോ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചു. എന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അല്ലാഹു തആല ഇറക്കി തന്ന വിഷയത്തിൽ അയാൾ നിഷേധിയായിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞെങ്കിൽ കുഫ്ർ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഒരു തരം മാത്രം ഞാൻ പറയുന്നില്ല, മറ്റൊന്ന് പറയട്ടെ. സൗഹാർദ്ദം എന്ന പേര് പറഞ്ഞ് അതെ അവര് മാത്രം നടത്തുന്ന പരിപാടികളിൽ നമ്മളവരെ ബുദ്ധിമുട്ടാക്കാൻ പോകണ്ട. നമ്മളത് അനുകരിക്കാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും എന്ന അർത്ഥത്തിൽ പോകേണ്ടതില്ല. നമ്മളതിനെ എതിർക്കേണ്ടതുമില്ല. അവർക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് കുഴലൂത്ത് നടത്തേണ്ടതില്ല. നമ്മൾ അവരെ പോയിട്ട് അവരുടെ വേഷവിധാനങ്ങൾ കെട്ടേണ്ടതില്ല. അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ ഒപ്പം കൂടെ നടന്നിട്ട് ഓരോന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ അവിടെ ഇടങ്ങേറാക്കേണ്ടതില്ല. നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യം അങ്ങനെയല്ലേ. അവരെ കുറ്റം പറയാനോ ഇകഴ്ത്താനോ അവർ ചെയ്യുന്നത് തനി എതിരായതുകൊണ്ട് ചോദ്യം ചെയ്യാനോ നമ്മൾ പോകേണ്ടതില്ല. ഹക്ക് ബോധ്യപ്പെടാനുള്ള കൽവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ലേ? ബോധ്യപ്പെടുമ്പോൾ അവർക്കത് ഉണ്ടായിക്കോളും. നമ്മൾ ആ രൂപത്തിൽ ഒരു സഹകരിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദ രീതി നമുക്ക് വേണ്ടതില്ല. ഇസ്ലാമിന്റെ നിർദ്ദേശം അങ്ങനെയാണ്. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് മഹതിമാര് ഒരു വഴിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോ നല്ല ഒരു കനീസ കണ്ടു. അവര് ആ കനീസയെ പറ്റി ഒരു ചർച്ചിനെ പറ്റി നല്ല അമ്പരചുംബിയായ കാണാൻ നല്ല ചുങ്കും ചൊറുക്കുമുള്ളത് കണ്ടിട്ട് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരതിനെപ്പറ്റി സ്തുതി പാടിയപ്പോൾ തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ വസവ്വറൂ ഫീഹി തിൽക സുവർ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. നിങ്ങൾ അതിന്റെ മതമൊന്നും പറയണ്ട. അവർ അല്ലാഹുവിന്റെ ലഅനത്ത് ബാധിച്ച ആളുകളാണ്. നിങ്ങൾ അവരെ മതമൊന്നും ഇവിടെ ഒന്നും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ കുറച്ചു മുമ്പ് അവിടത്തേക്ക് മറന്നു ബാധിച്ച് തങ്ങൾ വിശ്രമിക്കുന്ന സമയത്താണ് ഈ കണ്ട കാഴ്ചയെ പറ്റി അവർ പറയുന്നത്. അപ്പൊ അതൊരു സീനത്തായി പോലും തോന്നരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതൊരു സന്തോഷമായി നല്ല പരിപാടിയാണെന്നതിന് യെസ് കൊടുക്കണ്ട. ഹൈ ലെവൽ പരിപാടിയാണ്, അടിച്ചുപൊളിയാണ്, അതൊന്നും നിങ്ങൾ പറയണ്ട. അപ്പൊ കുഫ്രിയത്തിന്റെ മാർഗം ശരിക്കും സൂക്ഷിക്കണം. ഫുസൂഖിന്റെ മാർഗവും അല്ലാഹു ഉറപ്പാക്കി തന്നതാണ്. അവിടെ പണ്ഡിതന്മാർ എണ്ണിയതിൽ ഹാഫിദ് ഇബ്നു കതീർ പറഞ്ഞു ബഗ്ഗദ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ. ഫുസൂഖിനെ വേറെ തന്നെ പറഞ്ഞു വഹിയ അദ്ദുനൂബുൽ കിബാർ. എല്ലാ വലിയ തെറ്റുകളും ഫാസിഖാക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യനെ ഫിസ്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് വൻ പാപങ്ങൾ. മഹാപാപങ്ങൾ മനുഷ്യനെ ഫാസിഖാക്കുന്നതാണ്. മൂമിനായ മനുഷ്യനെ അവന്റെ ഈമാനിൽ നിന്ന് തിരുത്തിയിട്ട് ഫിസ്കിലേക്ക് കൊണ്ടുപോകും. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. മുബത്തദിയോടുള്ള അതേ നിലപാട് തന്നെയാണ് ഫാസിഖിനോടും ഇസ്ലാം വെച്ച് പുലർത്തുന്നത്. മുബത്തദിന്റെ ജനാസ നിസ്കരിക്കാൻ പറ്റും, രോഗിയാൽ കാണാൻ പോകാൻ പറ്റും. ആ ഫാസിഖിന്റെ അങ്ങനെ തന്നെ. ഈ ഫാസിഖ് എന്ന് പറഞ്ഞാൽ വേറെ കുറെ ദോഷങ്ങൾ പെരുപ്പിച്ച് കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തും. നമ്മളുടെ കൂടെയുള്ള കൂടപ്പുറപ്പായത് മാത്രം ചിന്തിച്ചാൽ മതി. കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക, ഫാസിഖാകാൻ ഇത്ര മതി. എന്താ ഈ കാരണമല്ലാതെ എന്ന് പറഞ്ഞത്? കാരണമല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരാളങ്ങ് ഉറങ്ങിപ്പോയി, അനിയന്ത്രിതമായ ഉറക്കം ഉറങ്ങിപ്പോയി. അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധാരണ എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല, ക്ഷീണം കൂടുതലായി അല്ലെങ്കിൽ സുഖം കൂടുതലായി, രണ്ടും വരാം. എഴുന്നേറ്റുമ്പോൾ അയാൾ ബേജാറായി, പഠിച്ചവനെ ഞാൻ 6 മണിക്ക് എണീക്കലുണ്ട്, നിസ്കാരം നിങ്ങൾക്ക് തവാലില്ല, ഇന്നിപ്പോ 7 മണിയായില്ല, എന്തേ പിന്നെ സംഭവിച്ചത്? അപ്പൊ വീട്ടുകാരോട് പറഞ്ഞപ്പോ ഞങ്ങൾ വിളിച്ചപ്പോ നിങ്ങൾ എഴുന്നേറ്റിരുന്നു, പിന്നെ ഞങ്ങളുടെ എഴുന്നേറ്റുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പണിക്ക് പോയി, കുട്ടികൾക്ക് മദ്രസ സ്കൂൾക്കൊക്കെ പോകണ്ടേ, നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവും, ബാത്റൂമിൽ പോയി നിങ്ങൾ സ്റ്റിച്ചിട്ടുണ്ടാവുന്ന കരുതി. ഇപ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കാത്ത കഥ അറിയുന്നത്. അത് സംഭവം ഒരു കാരണമാണ്. എന്നും അങ്ങനെ അതിനെ പറ്റിയല്ല കേട്ടോ, അത് കാരണമല്ല, അത് മഹാമടിയാണ്. എന്നും അതിനെ പറ്റിയല്ല, ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു. നിസ്കരിച്ചാൽ മതി, അള്ളാഹുവിന്റെ പേരിൽ ശിക്ഷിക്കൂല. അള്ളാഹു ആ വിഷയം വിട്ടുതരും. നിസ്കരിച്ചാൽ മതി, അത് ഉഴുതറാണ്. മറ്റൊന്നുള്ളത് മറതിയാണ്. സന്തോഷം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെ മറതി സംഭവിച്ചേക്കാം.
സഹോദരങ്ങളെ, ഇത് രണ്ടും അല്ലാത്ത എത്ര കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കാരണമല്ല. രണ്ടെണ്ണമേ കാരണമുള്ളൂ. യാത്ര ചെയ്യുന്ന ആളോടും മുന്തിച്ചോ പിന്തിച്ചോ ദീർഘദൂര യാത്രയാണെങ്കിൽ നിസ്കരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒഴിവാക്കരുത് എന്നാണ്. യുദ്ധത്തിന് പോകുമ്പോൾ പോലും അവർക്കിടയിൽ എങ്ങനെ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് അല്ലാഹു ആയത്തിറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. യുദ്ധം മുഖാമുഖമായിട്ട് ശത്രുക്കൾ അപ്പുറത്ത് വന്ന് സുപ്പായി നിൽക്കുമ്പോൾ പോലും സ്വലാത്തുൽ ഖൗഫിന്റെ നിസ്കാരം എന്ന കിതാബിലൊക്കെ കാണുന്ന നിസ്കാരമാണ് അത്. അതിന് 4 ശൈലിയുണ്ട്. 4 രൂപത്തിലുള്ള ജമാഅത്ത് നിർവഹിക്കപ്പെടേണ്ട ഘട്ടങ്ങളിൽ ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ എന്നെ ഭാഷയ്ക്ക് പുറത്തുള്ളവരൊന്നും വിലയിരുത്തേണ്ടതില്ല. നിസ്കാരം കാരണമില്ലാതെ സമയത്ത് തൊട്ട് പിന്തിക്കുന്നതിന്റെ വിഷയം എന്താണ്? കബീറത്താണ്, വൻകുറ്റമാണ്. എന്റെ വക പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ഹാഫിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കബീറത്തുകൾ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. 700 ചില്ലറ കബീറത്തുകൾ എണ്ണി പറഞ്ഞതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് കാരണമില്ലാതെ മനഃപൂർവം നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക. അപ്പൊ കബീറത്തുകളാണ് മുഅ്മിനീങ്ങളെ ഫാസിക്കാക്കുന്ന വിശേഷം. അതൊരു പക്ഷേ സുഖകരമായിട്ടുണ്ടാകും. സുഖകരമായിട്ടും കബീറത്ത് വരും. ഒരാൾക്ക് സുഖം ഉണ്ടാകും, മറ്റേക്ക് സുഖം ഉണ്ടാകൂല. അതാണല്ലോ ഹൈദിന്റെ സമയത്തുള്ള ഇണചേരുന്ന സ്വഭാവം. ഹൈദിന്റെ സമയത്ത് ഇണചേരൽ കബീറത്താണ്, വൻകുറ്റമാണ്. സംഭവിച്ചു പോയാൽ തൗബയില്ലാതെ അല്ലാഹു പൊറുക്കാത്ത വിഷയമാണ്. സത്യത്തിൽ പുരുഷനൊരു പക്ഷേ സുഖമുണ്ടായെങ്കിൽ, സഹോദരിക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചെങ്കിൽ, അതെങ്ങാനും ഒരു രൂപത്തിൽ വേറെ ഏതെങ്കിലും രോഗത്തിന് വഴിമാറി വന്നാൽ വലിയ ഇടങ്ങേറാണ്. എന്നാൽ ആ സുഖം പോലും കബീറത്താണ്. എത്രത്തോളം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്യാണം കഴിഞ്ഞു വന്നു, ആദ്യ ദിവസമാണ്, ആദ്യ രാത്രിയാണ്. അവളുമായി ആ രൂപത്തിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പുരുഷൻ ശരിക്കും പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. നന്നായി നിയന്ത്രണ വിധേയനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ വിട്ട് കടന്നുപോയാലോ സംഗതി വലിയ അബദ്ധമാണ്, വലിയ കുറ്റമാണ്. തോന്നിയത് സുഖമാണെങ്കിലും കാര്യം ഇങ്ങനെയല്ലേ എത്തിയത്? ചെറിയ വിഷയമാണോ? അല്ലല്ലോ, വലിയ വിഷയമല്ലേ. അപ്പൊ ഇത്തരത്തിൽ കടുപ്പമുള്ള കാര്യങ്ങളുണ്ട്. ആ കബീറത്തിൽ പെട്ടത് തന്നെയാണ്. ആരും അറിഞ്ഞില്ലെന്ന് പറയരുതോ. തലക്കും താടിക്കും കറുത്ത ചായം കൊടുക്കൽ കബീറത്താണ്. പലരുടെയും നിസ്കാരം തന്നെ സ്വഹീഹാകാൻ അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. നരച്ച താടിക്ക് കറുപ്പ് തേക്കരുത്, നരച്ച മുടിക്ക് കറുപ്പ് തേക്കരുത്. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? നിങ്ങളെ കണ്ടാൽ അപ്പുറത്തുള്ള ആളുകൾക്ക് വീര്യം കൂടരുത്. അതൊക്കെ ഇന്ന് തട്ടിയാൽ പോകാനുള്ള പ്രാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് തോന്നരുത്. അതുകൊണ്ടൊരു യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞ് കറുപ്പിക്കാൻ തങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് സഹോദര, ഏത് വയസ്സിലും ഇതേ രൂപഭാവങ്ങൾ ഉണ്ടാകണമെന്ന് നിശ്ചയിച്ച് 400, 600, 800 ഒക്കെ കൊടുത്ത് ചായം പൂശി നടക്കുന്നത് വൻകുറ്റമാണ്, ഫാസിഖാക്കുന്ന വിഷയമാണ്. സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ മാത്രമല്ല ഫിസ്കുള്ളത്. ഒരാൾ വീട് നിർമ്മിക്കുമ്പോ ആവശ്യമില്ലാത്ത ഒരു പണി വീട്ടിലേറെ നിർമ്മിച്ചാൽ അതും വൻകുറ്റമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. കുബ്ബ വീടിന് ആവശ്യമുണ്ട്, കുബ്ബ പള്ളിക്ക് ആവശ്യമില്ല, പള്ളിക്ക് സീനത്താക്കാം. പള്ളിക്ക് നമ്മൾ കുബ്ബ കണ്ടിട്ടുണ്ട്, മഖ്ബറകൾക്കും കുബ്ബയുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ കണ്ടിട്ടില്ലേ മദീനത്തെ കുബ്ബത്തുൽ ഖദറ? ഇനിയും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ പരിശുദ്ധമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇന്നും മിസ്റിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറഞ്ഞു, ഫഅലൈഹി ഖുബ്ബത്തുൻ യുസാറു വയതബറകു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ മുകളിൽ കുബ്ബയുണ്ട്. അവിടെ സ്ഥിരം ജനങ്ങൾ സന്ദർശനത്തിൽ വരുന്നുണ്ട്, ബറക്കത്തെടുക്കാറുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട വിഷയമാണ്, സുന്നത്താണ്, പുണ്യമാണ്. വീടിനെന്തിനാ കുബ്ബ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ വീട് കണ്ടു. വീട്ടിന്റെ മേലെ വലിയ കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങൾ ചോദിച്ചു, വീടിനെന്തിനാണ് കുബ്ബ?
വീടിനെന്തിനാണ് കുബ്ബാന്ന് ചോദ്യം ചോദിച്ചപ്പോൾ സഹാബത്തൊന്നും മിണ്ടിയില്ല. ആരുടെ വീടാണെന്നും തങ്ങൾ ചോദിച്ചു. ഗൗരവം കേട്ടോളൂ. വൈകുന്നേരം നബി തങ്ങളെ ഹദ്റത്തിലെത്തിയ ആ സ്വഹാബി സലാം പറഞ്ഞു. തങ്ങൾ മടക്കിയില്ല, മുഖം തിരിച്ചു കളഞ്ഞു. ആ തിരിഞ്ഞ ഭാഗത്തേക്ക് വന്ന് വീണ്ടും സലാം ചൊല്ലി മുഖം അങ്ങോട്ട് തിരിച്ചു. സങ്കടത്തോടെ പുറത്തിറങ്ങിയപ്പോൾ ആരോട് പറഞ്ഞു, ഇന്ന് ദുഹാനേരത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നിങ്ങളെ വീട്ടിന്റെ അടുത്തുകൂടെയാ പോയത്. വീടിന്റെ മേലെ നിങ്ങളൊരു കുബ്ബയുണ്ടാക്കിയിട്ടില്ലേ? ആ കുബ്ബ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, വീടിനെന്തിനാണ് കുബ്ബ? ആ ഒരു ചോദ്യം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതാണോ തങ്ങൾ സലാം മടക്കാത്തത്? എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പൊളിക്കാം. ഉടനെ പോയിട്ട് ആ കുബ്ബ പൊളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നബിയേ, കുബ്ബ ഞാൻ പൊളിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. തങ്ങളപ്പോഴാണ് സലാം മടക്കിയത്. അപ്പൊ ഒരു വിഷയത്തിൽ മാത്രമല്ല വൻകുറ്റങ്ങൾ വരുന്നത്, ഫാസിഖാകാൻ കാരണം വരുന്നത് പലതിലും കൊണ്ട്. ദൂർത്ത് അതിന്റെ മുഖ്യമായ മറ്റൊരു കാര്യമാണ്. അതേ ദൂർത്തെന്ന് പറയുന്നത് എന്താണ്? അനാവശ്യ സംഗതികൾക്ക് വേണ്ടി പണം വിനിയോഗിക്കൽ. അതും വൻകുറ്റമാണ്. മനുഷ്യൻ ആവശ്യമില്ലാത്ത വിഷയം അതിനുവേണ്ടി ഏക്കറ കണക്കിന് ചെലവഴിക്കാൻ ഒരു മടിയും പലർക്കും ഉണ്ടാകില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഉസ്താദെ വിശദമായി പറഞ്ഞാലെന്ന് കേൾക്കേണ്ടിയിരുന്നു. പാകത്തിനപ്പുറമുള്ള ഏത് കാര്യത്തിലും പണം ചെലവഴിക്കാനൊരുങ്ങരുത്. മഅസിയത്താകുന്ന ഏത് വിഷയത്തിലും പണം ചെലവഴിക്കാനൊരുങ്ങരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കുറ്റകരമായ ഒരു സംഗതിക്ക് വേണ്ടി ഒരു ദുർഹം പോലും നീ ചെലവഴിക്കരുത്. അത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലായി പൊരുത്തത്തിലായി ഒരൊറ്റ ദുർഹം നീ ചെലവഴിച്ചാൽ അല്ലാഹു അതിന് വലിയ വലിയ കൂലി നൽകുന്നതാണ്. ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞിടത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്, അൽ ആലാത്തുൽ മുത്ലിബാ. ഞാൻ മാറ്റി പറഞ്ഞു എന്ന് പറയണ്ട. സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ, അത് വാങ്ങിക്കൂട്ടുന്നതിന്, കൊടുപ്പ് കൂട്ടുന്നതിന് ലക്ഷങ്ങളല്ലേ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, പതിനായിരങ്ങളല്ലേ വാരി വിതറുന്നത്. അറിയാതെ സംഭവിച്ചെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. നടുത്തളത്തിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ വില എത്രയാണോ? 45,000 55,000 അല്ലേ? അതിനുവേണ്ടി താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്നതിന്റെ വില എത്രയാണ്? അതിനും അത്തരത്തിലുണ്ട്. എന്നിട്ട് അതിലൂടെ കാണുന്നത് പുണ്യകരമാണോ? ഒരിക്കലുമല്ല. അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ? തീരെയല്ല. പിന്നെയോ അല്ലാത്ത രംഗങ്ങൾ കാണാനാണ് കാര്യമായി കൊടുന്നവിടെ വെച്ചിരിക്കുന്നത് എങ്കിൽ അതിന് പണം ചെലവഴിക്കുന്നതും ശക്തമായ ധൂർത്താകുമോ? അള്ളാഹു പൊരുത്തപ്പെടാത്ത മേഖലയിൽ ഏതെല്ലാം തരത്തിൽ പണം അങ്ങനെ പോകുന്നുണ്ടോ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. സഹോദരിമാരെ, ഭക്ഷണത്തിലും വസ്ത്രത്തിലും വെള്ളത്തിലും അമിതമാക്കി ഉപയോഗം നടത്തുന്നതിന് പണം ചെലവഴിക്കുന്നതും ഇതേ രൂപത്തിൽ എണ്ണി കണക്കാക്കേണ്ടതാണ്. സദ്യ ഉണ്ടാക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. പാകത്തിനുണ്ടാക്കാം. ഒരാൾ കുറച്ച് ഉയർന്ന ലെവലിലുള്ള ആളാവുമ്പോ അയാൾ സൗകര്യം കുറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ വേണ്ടപ്പെട്ട പലരെയും സ്വീകരിക്കേണ്ടത് കൊണ്ട് ഒരു ദിവസം തന്നെ 3 ഘട്ടങ്ങളിലായി ആളുകളോട് വരാൻ പറഞ്ഞ സൗകര്യം കുറവായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേ സമയത്ത് ഒറ്റ ഭക്ഷണം കൊടുത്താൽ മതിയാകുന്ന ആള്, അയാൾ കുറച്ച് തുഷാറുള്ള ആളാണെന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക്, അത്ര വലിയ കാര്യപ്പെട്ട ആളൊന്നല്ല, എല്ലാരെയും അങ്ങനെ വിളിക്കേണ്ട ഒരു ഹൈ ലെവലിലുള്ള ആളൊന്നുമല്ല, ബന്ധപ്പെടേണ്ട ആളുമല്ല. അയാള് നമ്മൾ ഏതായാലും അല്ലാഹു തആല തന്ന പണം എന്ന് എഴുതിയിട്ട് വാരി വിതറി ഒരാർഭാടക്കല്യാണം അങ്ങോട്ട് നടത്തി. അതും ധൂർത്താണ്, ഇസ്രാഫാണ്. അത് ശരിക്കും ഗൗനിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെടുത്ത് അല്ലാഹു തആല തമ്മൂന്ന് കരുതിയിട്ട് തോന്നുന്ന വഴിയിലൊക്കെ വീശാനുള്ളതല്ല. ഒരിക്കലും ഗൃഹപ്രവേശം നടക്കുന്നതിന്റെ തലേന്ന് രാത്രി ഊത്താട്ടത്തിന് പണം കൊടുക്കരുത്. അവിടെ ഹൈ ലെവൽ സെറ്റ് കൊണ്ടുവന്ന് വെച്ച് നാട്ടുകാരെ കൊണ്ട് മുഴുവനും പറയിപ്പിക്കുന്ന രൂപത്തിൽ അനാവശ്യ പാട്ടുകൾ പാടും. എന്നിട്ട് ആ വന്ന സംഘത്തിന് ഒരു 10,000-25,000 കൊടുക്കുക. കൊടുക്കുന്നത് എങ്ങനെ? ധൂർത്തല്ലേ, അനാവശ്യമല്ല. വീടുണ്ടാക്കി തന്ന ആളുകൾ അവര് മറ്റു മതസ്ഥരായി അവര് പറഞ്ഞു,
നിങ്ങൾക്ക് എന്താ വീടുണ്ടാക്കിയെന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കുറച്ച് പൈസ തന്നാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മങ്കൂറിന് അടിക്കാമായിരുന്നു. അതിന് ഓരോരുത്തർക്കും കണക്കാക്കിയിട്ട് 500, 600, 1000 കൊടുത്തു. ഏതോ ഉപ്പുലപ്പെടുത്തേണ്ടത്? അവർക്ക് എല്ലാവർക്കും ഓരോ കൂട്ടം ചെരുപ്പ് നീ വാങ്ങിക്കൊടുത്തുകാണി സന്തോഷം, ഒരു കൂട്ടം വസ്ത്രം വാങ്ങിക്കൊടുത്തുകാണി അതും നല്ലതല്ലേ. അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അക്കോറ വാങ്ങിക്കൊടുത്തു, നല്ലതല്ലേ. ഭക്ഷിക്കാറുള്ളതല്ലേ. നീ ഇപ്പൊ കൊടുത്തെന്തിനാ? ഇത് സത്യത്തിൽ ഇസ്രാഫാണ്, ദൂർത്താണ്. ഇങ്ങനെ എണ്ണിയാൽ പലതും സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മളവിടെ ശരിയായ ഭാഷയിൽ ശരിയായ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറ്റുന്ന മാർഗങ്ങളിൽ പോലും മാസിയത്ത് വരാതെ ശ്രദ്ധിക്കണം. ദോഷം വരാതെ, അതേ പിശുക്ക് വരാതെ ആവശ്യമുള്ള മാർഗങ്ങളിൽ പിശുക്കുക അതും ഒരു തെറ്റ് തന്നെയാണ്. കബീറത്തിന്റെ മാർഗത്തിൽ എണ്ണിയിട്ടുണ്ട്. സക്കാത്ത് മുടക്കുക അതും വലിയ കുറ്റം തന്നെയാണ്, കബീറത്താണ്. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോ നിങ്ങൾ നോക്ക്, സാമ്പത്തിക ലെവല് മുമ്പത്തെ വർഷങ്ങളെ പോലെയല്ല. ഒരു 18കാരന്റെ അക്കൗണ്ടിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള പൈസ ഡെപ്പോസിറ്റായി കിടക്കുന്നത് നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആ സക്കാത്ത് എന്ന് പറയുന്നത് കൊടുക്കാതിരുന്നാലോ അത് വൻകുറ്റമാണ്, കടുത്ത തെറ്റാണ്. കുറി, കടം, അതുപോലെ തന്നെ അഡ്വാൻസായി കൊടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങി അത് മറ്റൊരാൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത്, മറ്റൊരാളെ എടുത്ത് അയാൾക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ നടത്തി ലാഭമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കടം, സന്തോഷത്തിനാണ്, കൂലിയൊക്കെ കിട്ടും. പക്ഷേ അതിന്റെ ലെവലനുസരിച്ച് അതിന് കൊടുക്കേണ്ട ഒരു ഹക്കുണ്ട്, സക്കാത്തുണ്ട്. ചുരുങ്ങിയ ശതമാനമാണ്. അത് കൊടുക്കാതിരിക്കുന്നതും കബീറത്താണ്, വൻകുറ്റമാണ്. അതങ്ങനെ തന്നെ വായിക്കേണ്ടതാണ്. അപ്പൊ ഫിസ്ഖ് എന്ന് പറയുന്നത് ചെറിയൊരു അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പോരാ, വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ അതിനെ പറ്റിയാ പറഞ്ഞത്, അദ്ദുനൂബുൽ കിബാർ, വൻ കുറ്റങ്ങൾ, വൻ പാപങ്ങൾ എന്നാണ് ഫിസ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി പറഞ്ഞു ഇസ്യാൻ, അതേ, വൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ആ ഇസ്യാനെയും അല്ലാഹു എതിര് ചെയ്യുന്നതിനെയും ദോഷത്തെയും അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിട്ടുണ്ട്. കേട്ടാ തോന്നുന്നു നല്ലതാണ്, പക്ഷേ നേർച്ചയാക്കിയാൽ പോലും നല്ലതേ നേർച്ചയാക്കാവുന്ന മഹാന്മാര് പറഞ്ഞു. ഒരു പെണ്ണ് മുമ്പ് കാലത്ത് ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ചരിത്രത്തിൽ, ഒരു പെണ്ണ് തന്റെ ഒരു കാര്യം അല്ലാഹു പൂർത്തിയാക്കി തന്നാല് മോനെ കൊണ്ടുപോയിട്ട് കാബന്റെ അടുത്ത് കൊണ്ടുപോയി അറുക്കാൻ നേർച്ചയാക്കി, മകനെ ബലിയെറുക്കാൻ നേർച്ചയാക്കി, കാബന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ പെണ്ണ് ഉദ്ദേശിച്ച കാര്യം അല്ലാഹു അങ്ങനെ തന്നെ പൂർത്തീകരിച്ചു കൊടുത്തു. മഹാന്മാരിത് പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരു പക്ഷേ പുണ്യകരമായി കരുതുന്നതായിരിക്കും നേർച്ച. നേർച്ച പോലും മാസിയത്തിലൂടെ നീങ്ങാൻ പാടില്ല, ഒരിക്കലും നീങ്ങാൻ പാടില്ല. പുണ്യകർമ്മത്തിലൂടെ എല്ലാം നേർച്ചയാക്കാൻ പറ്റും. മാസിയത്തിലൂടെ ദോഷകരമായ ഒരു കാര്യത്തിൽ പോലും നേർച്ച എന്ന് പറയുന്ന പുണ്യകർമ്മം ചെലവഴിക്കാൻ പാടില്ല. ഈ പെണ്ണിങ്ങനെ നേർച്ചയാക്കിയ പെണ്ണിങ്ങനെ പറഞ്ഞുപോയി. കാര്യം പൂർത്തിയായപ്പോ ആ പെണ്ണിന് പേടിയായി. ഞാനിങ്ങനെ മകനെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കി ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യണം? മദീനയിലേക്ക് പോയി. അവിടെയുള്ള പണ്ഡിതന്മാർ അന്വേഷിച്ചു. അപ്പൊ അവിടെയുള്ള വലിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാന് ഇങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്കൊരു കാര്യം പൂർത്തിയാക്കി തന്നാൽ എന്റെ മകനെ കാബത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ബലിയെറുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? മഹാനവറുകൾ പറഞ്ഞു, ലാ അഅലമുല്ലാഹ അമറ ഫിന്നദിരി ഇല്ലൽ വഫാ. അള്ളാഹു ഏത് നേർച്ചയാക്കിയാലും പൂർത്തിയാക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. ഖുർആനിലൂടെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, വയൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. വിശ്വാസികൾ അടയാളങ്ങൾ എണ്ണിയപ്പോൾ നേർച്ചയാക്കിയാൽ അവർ നേർച്ച പൂർത്തിയാക്കി വിട്ടും എന്നല്ലേ അള്ളാഹു കൽപ്പിച്ചത്. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, താല്പര്യം നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം മോനെ അറക്കണം എന്നാണോ? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോൻ അങ്ങനെ കൊല്ലാൻ പാടില്ല എന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടല്ലോ, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ കൊല്ലാൻ പാടില്ല. അള്ളാഹു ബഹുമാനം നൽകി ഒരു ശരീരത്തെയും കൊല്ലാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യണം?
ഈ രണ്ട് മറുപടികളും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രണ്ട് തരങ്ങളും ആവർത്തിച്ച് പറയാം. അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നത്. ഈ പെണ്ണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്ത് ചെയ്യണം? മഹാനവറുകളും പറഞ്ഞു, നേർച്ച പൂർത്തിയാക്കി വിട്ടലാണ് നല്ലത്, പക്ഷേ മകനെ കൊല്ലാൻ പാടില്ലല്ലോ, എന്ത് ചെയ്യും? ആ സമയത്ത് മഹാനവറുകൾ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. ഞാൻ എന്നാൽ ഒരു വിഷയം പറഞ്ഞു തരാം. അബ്ദുൽ മുത്തലിബ് നേരത്തെ ഒരു നേർച്ചയാക്കിയിരുന്നു, അള്ളാഹു തനിക്ക് 10 സന്താനങ്ങളെ പൂർത്തിയാക്കി തന്നാൽ, 10 ആൺമക്കളെ പൂർത്തിയാക്കി തന്നാൽ ഒരു മകനെ ബലിയറുക്കുമെന്ന് മുമ്പ് നേർച്ചയാക്കിയിരുന്നു. അങ്ങനെ അള്ളാഹു തആല ആ ഉദ്ദേശം പൂവണിച്ചു. അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയതിന് ആരറുക്കണമെന്നതിന് നറുക്കിട്ടു. നറുക്ക് ചെന്ന് വീണത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മേലാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ മേൽ. ആ കുട്ടിയാണെങ്കിലോ അബ്ദുൽ മുത്തലിബിന് വളരെയധികം ഇഷ്ടപ്പെട്ട കുട്ടിയുമാണ്, മോനുമാണ്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചു, എന്ത് ചെയ്യണം? ബലിയറക്കാൻ വേണ്ടി നേർച്ചയാക്കി, നേർച്ച ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാര് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒന്നുകൂടി മാറിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അള്ളാഹുവേ, ഒന്നുകിൽ ഈ കുട്ടിയെ ഞാൻ ബലിയറുക്കാനാണ് നിന്റെ തൃപ്തിയെങ്കിൽ ബലിയറുക്കും, അല്ലെങ്കിൽ 100 ഒട്ടകങ്ങൾ അറുക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ അതറുക്കും. രണ്ടും വെച്ചിട്ട് ഒന്നുകൂടി നറുക്കിട്ടു. അപ്പോൾ പോയി നറുക്ക് വീണത് 100 ഒട്ടകത്തിന്റെ നറുക്കാണ്. അങ്ങനെ 100 ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളെ മകന്റെ സ്ഥാനത്ത് 100 ഒട്ടകങ്ങൾ അറുക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ നേരത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ നേർച്ച വിട്ടാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ആ പെണ്ണ് വീണ്ടും ചിന്തിച്ചു, എന്തെങ്കിലും ഒരു സുഗമമായ മറുപടി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷം. അപ്പൊ അന്ന് മദീന ഭരിക്കുന്ന മർവാനെ സമീപിച്ച് മർവാനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേർച്ചയാക്കിയിട്ടുണ്ട്, നേർച്ച വീട്ടേണ്ടതാണ്, പക്ഷെ പകരം ഒരു 100 ഒട്ടകത്തെ അറുക്കാനാ പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉടനെ മർവാന് പറഞ്ഞു, ഇല്ല, ലാ നദറ ഫീ മഅസിയത്തില്ല, അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന ഒരൊറ്റ വിഷയത്തിലും നേർച്ചയാക്കാൻ പാടില്ല. അതുകൊണ്ട് പെണ്ണേ, ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. വതൂബി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. വതസദ്ദഖീ, കഴിവിന്റെ പരമാവധി സ്വതഖ ചെയ്യണം. നിനക്ക് പറ്റുന്ന നന്മകളൊക്കെ നീ ഓരോന്നും ആവർത്തിച്ച് ചെയ്യണം. ഈ ഒരു മറുപടി കേട്ടപ്പോൾ ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയും സന്തോഷിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. പിന്നെ ആളുകളൊക്കെ ഇതേ ഫത്വ സ്വീകരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ഏത് വിഷയങ്ങൾ വന്നാലും ജനങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങി, ലാ നദറ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ എതിര് ചെയ്യുന്ന ഒരു വിഷയത്തിൽ പോലും നേർച്ച പാടില്ല. ചെറുദോഷം, ഇസ്യാൻ എന്ന് പറഞ്ഞതിൽ ചെറുദോഷം എണ്ണിയിട്ടുണ്ട്. ഫിസ്ഖ് എന്ന് പറയുന്നത് വൻദോഷമാണെന്ന് പറഞ്ഞപ്പോ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, ഈമാനിന്റെ എതിർച്ചേരിയിൽപ്പെട്ടതാണ് ചെറുദോഷങ്ങൾ. ഒരാളെ നിസ്സാരപ്പെടുത്തുന്ന രീതിയിൽ കണ്ണുകൊണ്ടെന്ന് ആംഗ്യം കാണിക്കുന്നത് പോലും ചെറുദോഷമാണ്. ഒരാളെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി കണ്ണുകൊണ്ട് നമ്മളൊന്ന് ചെറുതാക്കി കാണിച്ചു, അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് ചെറുതാക്കി കാണിച്ചു, അല്ലെങ്കിൽ അയാളെ നിസ്സാരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു നോട്ടമോ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഇളിയോ നടത്തി, ചിരിയല്ല ഒരു ഇളി നടത്തിയിട്ട് ആളെ ഒന്ന് നിസ്സാരമാക്കി, അതൊക്കെ ചെറുദോഷത്തിൽ എണ്ണിയിട്ടുണ്ട് പണ്ഡിതന്മാർ. അത്തരത്തിലുള്ള ചെറുദോഷത്തെ പോലും സൂക്ഷിച്ചവരാണ് മഹത്തുക്കൾ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാകും. മദീന മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോ ഇയാസ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ മദീന സൂക്കിലുണ്ട്, ഞാനൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള കുന്തം കൊണ്ടൊരു കുത്തിയിട്ട് വടിയിൽ നിന്നൊന്ന് മാറി നിൽക്കൂ എന്നോട് പറഞ്ഞു. സത്യത്തിൽ ആ വടി കൊണ്ട് കുത്തിയത് എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്തെ എത്തിയിട്ടുള്ളൂ. ഞാൻ ആ വടിയിൽ നിന്ന് മാറി നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷേ എന്നെ അങ്ങനെ കുന്തം കൊണ്ട് ചെറിയൊരു കുത്തിങ്ങനെ കുത്തിയത് അല്ലെങ്കിൽ തോണ്ടിയത് മഹാനവറുകളും മറന്നിട്ടില്ല. പിറ്റത്തെ കൊല്ലം ഞാൻ അങ്ങാടിയിൽ നിൽക്കുമ്പോ എന്റെ സമീപത്ത് വന്നിട്ട് വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഓ സലമാ,
നിങ്ങൾ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നെ കൈപിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, വീട്ടിലേക്കൊന്ന് വരണം. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിന്റെ ഉള്ളിൽ എന്നെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഒരു സഞ്ചിയിൽ നിന്ന് 100 ദിർഹം എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, സലമാ ഇസ്തഇൻ ബിഹാദിഹി, ഈ 100 ദിർഹം നിങ്ങൾ സഹായത്തിന് എടുത്തോളൂ. എന്നിട്ട് ഈ 100 ദിർഹമിനെ പറ്റി പറഞ്ഞത്, കഴിഞ്ഞ കൊല്ലം ഞാൻ നിങ്ങൾ അങ്ങാടിയിൽ നിൽക്കുമ്പോ എന്റെ കയ്യിലുള്ള ഒരു കുന്തം കൊണ്ട് നിങ്ങളെ ഒന്ന് കുത്തിയിട്ടുണ്ടല്ലോ, അതിന് പകരമാണ് 100 ദിർഹം, നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കൂ. സലമ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വേദനിച്ചിട്ടില്ല, എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗത്തേത് തട്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഞാനത് ഓർത്തിട്ടില്ല, നിങ്ങൾ എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നപ്പോഴാണ് എനിക്കത് ഓർമ്മയായത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ നസീതുഹാ ബഅദു, അങ്ങനെ ഒന്ന് ചെയ്തത് ഞാൻ മറന്നിട്ടില്ല. സഹോദരങ്ങളെ, പറഞ്ഞുപോയതും ചെയ്തു പോയതും പൊരുത്തപ്പെടിക്കുക എന്നത് ഈമാനികമായ ഒരു സ്വഭാവമാണ്. കാരണം ഈമാനിന്റെ എതിർച്ചേരിയിൽ അല്ലാഹു ഉറപ്പോടെ കാണിച്ചു തന്ന കുഫറും ഫിസ്കും മിസിയാനും ഈമാനെ പരിക്കേൽപ്പിക്കും. ഇതൊക്കെ സൂക്ഷിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണല്ലോ മാർഗദർശികൾ. റുഷ്ദ് എന്ന് പറയുന്ന വിഷയം വിശദീകരിച്ചുകൊണ്ട് വിശദമായി ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് റുഷ്ദ്? നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് റുഷ്ദ് എന്ന് പറയുന്നത്. രക്ഷിതാക്കളും മക്കളെ നോക്കേണ്ടത് അതിന്റെ ഒരു കാലാവധി പറഞ്ഞത് അവര് റുഷ്ദ് എത്തുന്നത് വരെയാണ്. കല്യാണം കഴിച്ചു വിടുന്നത് വരെയല്ല. ബാപ്പ ഉമ്മ മക്കളെ നിരീക്ഷിക്കേണ്ടത്, ശിക്ഷണം കൊടുക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്, അതിന്റെ ഒരു പരമാവധി പരിധി എത്രയാ? റഷീദൻ, ആള് റുഷ്ദുള്ള ആളാണ്. എന്താ റുഷ്ദ് എന്ന് പറഞ്ഞാൽ? റുഷ്ദ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഖാമത്തു അലാ തുരീഖിൽ ഹഖ് മാ തസല്ലുബിൻ ഫീഹി, നല്ല കരുത്തോടെ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ആർജിക്കുക, സത്യപാതാവിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് സ്വീകരിക്കുക, സത്യമാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകാതെ ഒരിക്കലും ഇളകിപ്പോകാതെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് സ്വീകരിക്കുക. ആ റുഷ്ദ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ 2 എണ്ണം നമ്മിൽ അവർ കാണാൻ പറ്റും. 2 കാര്യം. എന്താണ് 2 കാര്യം? അതാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞത്, സ്വലാഹുദ്ദീനി വൽ മാൽ. അവർ ദീനീ ചിട്ട നന്നാക്കി നടത്തും. നമ്മളൊന്നും പറയേണ്ട അവരോട്. നിസ്കരിക്കാനും അല്ലെങ്കിൽ റവാത്തിബ് നിസ്കരിക്കാനും അല്ലെങ്കിൽ തലമറക്കേണ്ട സമയത്ത് തലമറക്കാനും വസ്ത്രം നേർക്കൊടുക്കേണ്ട സമയത്ത് നേർക്കൊടുക്കാനും ഒന്നും പറയണ്ട. പറയാതെ ചെയ്യാനുള്ളൊരു പക്വത അത് ആർജിച്ചിട്ടില്ലേ പഠിപ്പിച്ചു കൊടുക്കണം. അതുവരെ പഠിപ്പിച്ചു. നമ്മളീ പലരും കണക്കാക്കലെന്ന എന്റെ വാതിൽ കഴിഞ്ഞു, ഞാന് മൂപ്പരേൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ മറ്റാളെ ഏൽപ്പിച്ചു, ഇനി അയാള് നോക്കിക്കോട്ടെ. ആര്? ഭർത്താവ്, എന്റെ മരുമകൻ. അല്ലല്ല, അങ്ങനെയല്ല പരിധി പറഞ്ഞത്. റഷീദാകുന്നത് വരെ ബാപ്പക്ക് ബാധ്യതയുണ്ട്, ഉമ്മക്ക് ബാധ്യതയുണ്ട്, രക്ഷാകർത്താക്കളായി വരുന്നവർക്കൊക്കെ ബാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് സ്വലാഹുദ്ദീൻ. ദീനീ രംഗങ്ങളിൽ മികവ് പാലിച്ച് മസ്ലഹത്തോടെ നന്മയോടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തത് വൽമാൽ, സമ്പത്ത് ദുർവ്യയം ചെയ്യൂല, അനാവശ്യ മാർഗങ്ങളിൽ നിന്ന് ശേഖരിക്കൂല, അത്തരം മാർഗങ്ങളിൽ കൊണ്ടുപോയി വെറുതെ വലിച്ചെറിയൂല. അതൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടി 1000 റുപ്യ കയ്യിലുണ്ടെങ്കിൽ ആ 1000 റുപ്യ ഹൈറായ മേഖലയിലേക്ക് ചെലവഴിക്കാനുള്ള പക്വതയെത്തിയ ആളാണ്. 1000 റുപ്യ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് 10 രൂപ പോലും ഉണ്ടാകൂല. അങ്ങനല്ല. 1000 റുപ്യ കിട്ടിയോ, 1000 റുപ്യ കൊണ്ട് എന്തെങ്കിലും മുറാദുകൾ ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ച് ബാക്കി കൊടുക്കും. എന്തിനാ ബാക്കി വെക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാകുമല്ലോ, ആ ഹൈറിൽ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ആവശ്യം വരും, അല്ലെങ്കിൽ ബാപ്പാ കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മ കൊടുക്കുക, ആർക്കെങ്കിലൊക്കെ കൊടുക്കുക. ഈ രൂപത്തിൽ സൂക്ഷിച്ചു വെച്ച് നല്ലതിന് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു കഴിവാർജിക്കുന്ന സ്വലാഹിയത്ത് അതുണ്ടോ? അത് രണ്ടും ഉണ്ടോ? എന്നാൽ ആള് റഷീദാണ്. അതിനാണ് നമ്മൾ ശരിക്കും റുഷ്ദ് എന്ന് പറയുന്നത്. ആ 2 സ്വഭാവങ്ങൾക്കുമാണ് ഇവിടെ ഒറ്റടിക്ക് ഇങ്ങനത്തെ ഒരു തഫ്സീർ പറഞ്ഞത്.
ഇരിക്കട്ടെ, ഇമാം ഇസ്ഫഹാനി തങ്ങൾ കൊണ്ടുവന്ന തഫ്സീറിൽ നമ്മൾ ശരിക്ക് സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഈമാനിന്റെ 6 തലങ്ങളും 3 എണ്ണമല്ല, 3 6 ഈമാൻ എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കിയെങ്കിൽ അവിടെ 3 ഉണ്ടെന്ന് വിശദീകരിച്ചു. ഈ 6 അടയാളങ്ങളും സുരക്ഷിതമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞതാണ് ഉലൈക ഹുമുർ റാഷിദൂൻ. അങ്ങനെ ഒരു പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ദ്വാരക്കാം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന. ഉഹദിൽ വെച്ചാൽ എല്ലാം കൊണ്ടാണ് ദ്വാരുന്നത്. സഹാബത്തിനോടൊക്കെ സുഫായി നിൽക്കാൻ പറഞ്ഞു. നീണ്ട ദ്വാ, ആ ദ്വായുടെ കൂട്ടത്തിൽ തങ്ങൾ ദ്വാരുന്നു. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഈമാൻ ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കി തരണം. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ നീ സീനത്താക്കി തരണം. വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ഞങ്ങൾക്ക് നീ വിരക്തിയാക്കി തരണം. വൽ കുഫ്റ, സത്യനിഷേധത്തെ, വൽ ഫുസൂഖ, ഫിസ്കിനെയും, ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഏതു മാർഗത്തെയും, വൽ ഇസ്യാൻ, പാപം ചെയ്യുന്നതിനെയും ദോഷം ചെയ്യുന്നതിനെയും ഞങ്ങൾക്ക് നീ വെറുപ്പാക്കി തരണം. വജഅൽനാ മിനർ റാഷിദീൻ. ഈ അടയാളങ്ങളൊക്കെ കിട്ടി മാർഗദർശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ വെച്ച് ദുആ ചെയ്യുമ്പോ സ്വഹാബത്തൊക്കെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയും കൂടിയാണ്. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ ഈമാനിനെ തറവാക്കി തരട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ ഈമാൻ തന്നതും ഇത് സീനത്താക്കി തന്നതും ആരുടെയും ഔദാര്യമാണെന്ന്, അവകാശമാണെന്ന് കരുതരുത്. ഫദ്ലം മിനല്ലാഹി വനിഅ്മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നതും ഈമാൻ തന്നതും കുഫ്റിനെയും മറ്റുമൊക്കെ നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നതും അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. വനിഅ്മതൻ, അല്ലാഹു തന്ന അനുഗ്രഹവുമാണ്. അപ്പൊ അല്ലാഹു തന്ന ഔദാര്യത്തിനും അല്ലാഹു തന്ന അനുഗ്രഹത്തിനും നന്ദി ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അല്ലാഹു തന്ന വലിയ അനുഗ്രഹവും ഔദാര്യവുമല്ലേ ഈമാൻ. അല്ലാഹു തരേണ്ടതുമാണല്ലോ ഔദാര്യമായിട്ട്. അതേ, ചോദിച്ചു വാങ്ങാൻ കിട്ടുന്നതല്ല, അല്ലാഹു ഔദാര്യമായി തരേണ്ടതാണ്. അപ്പൊ ഈ ഔദാര്യം തന്ന റബ്ബ് അവനെ പറ്റി ഒന്നുകൂടി പഠിപ്പിക്കുന്നു. അല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സർവജ്ഞനാണ്. തന്ന ഔദാര്യം നിങ്ങൾ എങ്ങനെ ശുക്ർ ചെയ്യുന്നു എന്ന് അല്ലാഹു അറിയുന്നുണ്ട്. ഹകീമുൻ, അല്ലാഹു തആല യുക്തിശാലിയാണ്, തന്ത്രജ്ഞനാണ്. ഓരോരുത്തർക്കും യോജിച്ച കാര്യങ്ങളെ അല്ലാഹു തന്നിട്ടുള്ളൂ. പക്ഷേ അത് വെറുതെയാക്കാൻ പാടില്ല, അത് തുലക്കാൻ പാടില്ല. നന്ദി ചെയ്തിട്ട് ആ ഈമാനിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം, ഈമാനിന്റെ തലങ്ങളൊക്കെ മേളിപ്പിക്കണം. ഈമാന് കൽബിലാണെങ്കിലും ഇസ്ലാം പരസ്യമായിട്ട് വേണം എന്നൊരു ഹദീസ് ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിലും നമ്മുടെ ഈമാനിന്റെ ശരിയായ വശങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, വാക്കിലൂടെ പുറത്തേക്ക് പരസ്യമായി കാണേണ്ടതുണ്ട്. ഉള്ളിലാണ് ഈമാൻ എഴുതിയിട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും ആരും അറിയാതെ, അല്ലെങ്കിൽ എല്ലാവരും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സംബന്ധിക്കാതെ അങ്ങനെ നടക്കുന്നത് അത് ഈമാനല്ല. ഈമാനാണെങ്കിൽ പരസ്യമായി പ്രവർത്തിക്കേണ്ട ഇസ്ലാമിക രംഗങ്ങളിലൊക്കെ പരസ്യമായി പ്രവർത്തിക്കണം. അതിൽപ്പെട്ടതാണ് ജുമുഅ, ജമാഅത്ത്, നിസ്കാരം, സകാത്ത് തുടങ്ങി നല്ല സംഗമങ്ങളിൽ സാക്ഷ്യം വഹിക്കൽ ഒക്കെ അതിൽപ്പെട്ടതാണ്. ആ തരത്തിൽ ഈമാനിനെയും ഇസ്ലാമിനെയും സുരക്ഷിതമാക്കി മാർഗദർശികളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതി വെച്ച ഹദീസ് ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞ് ഞാൻ പൂരിപ്പിക്കുന്നു. വിശദമാക്കേണ്ടതാണ്, പക്ഷേ ചുരുക്കുന്നു. ഓതി വെച്ചല്ലോ തുടക്കത്തിൽ ഒരു ഹദീസ്, മൻ സർറതുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു ഫഹുവ മുഅ്മിൻ. ഒരാൾക്ക് അയാൾ ചെയ്യുന്ന നന്മകളിൽ സന്തോഷം വന്നു. എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഖൽബിൽ വല്ലാത്ത സന്തോഷമാണ്. വസാഅതുഹു സയ്യിഅതുഹു, ദുഷ്കർമ്മം അയാളെ ദുഃഖിപ്പിച്ചു, അയാളെ വൈകല്യം കൊണ്ടുവരുന്നതാണ്.
പക്ഷേ അത് സന്തോഷത്തോടെയല്ല കാണുന്നത്, ദുഃഖമാണ്, വിഷമമാണ്. രണ്ട് ഭാഗങ്ങളും വേണമല്ലോ, പ്രതീക്ഷയും വേണം, പ്രത്യാശയും വേണം. രണ്ടും ഉണ്ടെങ്കിൽ ഫഹുവ മുഅ്മിൻ, അവനൊരു ഒറിജിനൽ മുഅ്മിനാണ്, വിശ്വാസിയാണ്. ആ നിലക്കുള്ള വിശ്വാസികളിൽ ഈമാനുള്ളവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ.